യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് പിന്നീടും ലഭ്യമായിരിക്കും. അപ്പൊ പരമാവധി ഈ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തണം. അബ്ദുൽ ലത്തീഫ് നഹ സാറിനെ സ്നേഹാദരങ്ങളോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഫാക്കൽറ്റിക്കും ഒക്കെ ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു ടീച്ചർ. നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഈ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു പരിശീലകനെ തന്നെയാണ്. ഹിന്ദുവിന്റെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആയ അബ്ദുൽ ലത്തീഫ് നഹ സാറ്. സാർ ഈ വളരെ കാലങ്ങളായിട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്ന വളരെ പ്രഗത്ഭനായ പരിശീലകനും വളരെ മികച്ച ജേർണലിസ്റ്റുമാണ്. വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സാറിനെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. ഹോപ്പ് ഐ ആം ഓഡിബിൾ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓൾറൈറ്റ്, താങ്ക് യു. പ്രിയപ്പെട്ട ഭരതൻ സർ, സുനിത മാം, ഇപ്പോൾ സംസാരിച്ച CHS ഡയറക്ടർ, ഒരു പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കണം മാഡം. മറ്റു ഗ്രേറ്റ്. കാരണം പേരിനോളം ഭംഗിയുള്ള മറ്റൊരു വാക്കില്ല എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും പേരാണ് ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും നല്ല സ്വീറ്റ് സൗണ്ടിങ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ പേരാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല മാഡം. അതുകൊണ്ട് പേര് തെറ്റിക്കാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തായാലും സജിന മാഡം, താങ്ക് യു. മറ്റ് ഫാക്കൽറ്റി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ തുടക്കമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരുപാട് പേര് വളരെ ആവേശത്തിലായിരിക്കും. മറ്റൊരു സംഗതി ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഫ്രീ ആയിട്ടാണ് നൽകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, മലയാളം യൂണിവേഴ്സിറ്റി. എന്തായാലും ഇത്തരം ഒരു ഉദ്യമത്തിന് മുതിർന്ന മലയാളം യൂണിവേഴ്സിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത്. പ്രത്യേകിച്ച് നെറ്റിനോടുള്ള താല്പര്യം കൂടി വരികയാണ് കുട്ടികൾ. ഓരോ തവണ ഇത് ഒരുപാട് വർഷങ്ങളായി നെറ്റ് എന്നുള്ള പേര് അടുത്ത് വന്നതാണ്. അതിന് മുമ്പ് മറ്റു പേര് പല പേരിലുമായിരുന്നു. ഒരുപാട് വർഷമായി പല യൂണിവേഴ്സിറ്റി, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് ഒരു 10-15 കൊല്ലത്തിലധികം ഐ വാസ് അസോസിയേറ്റഡ് വിത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പല തരത്തിലും കോച്ചിങ്ങും കാര്യങ്ങളും നൽകുന്നുണ്ടായിരുന്നു. അന്നൊന്നും മറ്റുള്ള യൂണിവേഴ്സിറ്റികളൊന്നും വന്നിട്ടില്ല. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നു, ഇപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് അവരുടെ കോച്ചിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പലരും ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികളുടെ താല്പര്യമാണ് അതിന്റെ പ്രാധാന്യം. അതിൽ ഏറ്റവും അധികം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും അധികം തിരക്കുള്ളത്. ആളുകൾ ഭയങ്കര കൂടുതലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അവിടുത്തെ ഇപ്പം ലൈവ് ക്ലാസ് തന്നെ ഒരു ക്ലാസ് എടുത്താൽ എനിക്ക് ഓർമ്മയുണ്ട് 300-ലധികം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. 300-ലധികം വലിയ സെമിനാർ ഹാളിലായിരുന്നു. മറ്റേ ഇരിക്കാൻ സ്ഥലമില്ലാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ സീറ്റ് ചെയറെല്ലാം വലിച്ചു കൊണ്ടുവന്ന് ഇരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. നമ്മളൊക്കെ വീടുകളിലേക്ക് ഒതുക്കപ്പെട്ടു. എന്തായാലും ഒരു അധികം നീട്ടി വലിച്ച ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ പോകുന്നില്ല, കാരണം വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. The topic given to me is communication ആണ് തന്നിരിക്കുന്നത്. അതിൽ സാധാരണ ഞാൻ എടുക്കാറ് ഒരു 6 hours മോഡ്യൂളാണ് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത്. അതിപ്പോ എനിക്ക് ഹാവ് ടു കട്ട് ഇറ്റ് ടു 3 hours. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം മറ്റുള്ള കൂടുതൽ എക്സ്പ്ലനേഷനോ കൂടുതൽ മറ്റ് സൈഡായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വല്ലാതെ പോകില്ല. കൂടുതൽ ഇതിൽ മാത്രം ഒന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ടീച്ചർ, ഏതാണ്ട് 10 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. യു സെഡ് സ്ട്രീം വിൽ ബിഗിൻ അറ്റ് 10 o'clock. സ്ട്രീം സ്റ്റാർട്ട് ചെയ്തു സർ. സ്ട്രീം സ്റ്റാർട്ട് ചെയ്തു സർ. ഓക്കേ, ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കേ, അങ്ങനെ സ്ട്രേറ്റ് അവേ ലെറ്റ്സ് ബിഗിൻ. സ്ലൈഡ് ഷെയറിംഗ് പോസിബിൾ ആണല്ലോ അല്ലേ? ഞാൻ ലെറ്റ് മി ട്രൈ ടു. അതെ അതെ മാഡം ഒന്ന് എന്നോട് ഇത് ചെയ്യണം, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ ചോദിക്കുമ്പോൾ. മാഡം പറ. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം സർ. ഓക്കെ, ഞാൻ ഈ സ്ലൈഡ് ഷോയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാണുമെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഇപ്പോൾ സ്ക്രീൻ വലുതായി വരുന്നുണ്ടോ? സ്ലൈഡ് ഷോ കാണുന്നുണ്ടോ? അതേപോലെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണോ നേരത്തെ മാതിരി തന്നെ? They are moving. Slides are moving on my computer. നിങ്ങൾക്ക് അവിടെ
ഇല്ല അല്ലെ? ഓക്കെ, സ്റ്റക്കായി നിൽക്കുകയാണ്. ഓൾറൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രൂപത്തിലെ അപ്പൊ ഈ രൂപത്തിൽ ഞാൻ ഇത് ചെയ്യുന്നത് മറ്റേ ഐ എം നോട്ട് ഗോയിങ് ഫോർ സ്ലൈഡ് ഷോ, ദർ ഇസ് സം ഇഷ്യൂ. ഈ രൂപത്തിൽ ചെയ്യാം. ഓക്കെ. സോ ഫ്രണ്ട്സ്, വെൽക്കം വൺസ് അഗെയിൻ. എല്ലാവർക്കും ഒരു ശുഭ ദിനം നേർന്നുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യത്തെ ടോപ്പിക് നമ്മൾ തുടങ്ങുന്നത്. കമ്മ്യൂണിക്കേഷൻ ആസ് യു നോ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. നിങ്ങൾ ഏത് ടോപ്പിക് നിങ്ങൾ എടുത്താലും ശരി, എന്ത് നിങ്ങൾ ചെയ്താലും ശരി, കമ്മ്യൂണിക്കേഷൻ ആണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഗതി ഉണ്ട്, വാട്ട് എവർ ബി ദ പ്രൊഫഷൻ യു ചൂസ്, വാട്ട് എവർ ബി ദ പ്രൊഫഷൻ യു ചൂസ് ആൻഡ് വാട്ട് എവർ ബി ദ ഗോൾസ് ഇൻ യുവർ ലൈഫ്, റിമെമ്പർ ദ ബെറ്റർ യു കമ്മ്യൂണിക്കേറ്റ് ദ മോർ യു അച്ചീവ്. നിങ്ങൾ എന്ത് തൊഴിൽ സ്വീകരിച്ചാലും ശരി, അധ്യാപനമായാലും ശരി, മറ്റെന്തായാലും ശരി, the better you communicate, the more you achieve. എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാധനം, ഏറ്റവും അധികം ആളുകൾ സ്വീകരിക്കുന്ന ഒരു പ്രൊഫഷൻ ഉണ്ട്, അതെന്ന് വെച്ചാൽ പാരന്റ്ഹുഡ് എന്ന് പറയും. നമ്മൾ പാരന്റ്സ് ആണല്ലോ പല ആളുകളും, നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ പ്രൊഫഷനാണ് പാരന്റ്ഹുഡ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു ബെറ്റർ പാരന്റ് ആവുന്നപ്പോഴാണ് only when you communicate better. Similarly, നമ്മളൊരു ബെറ്റർ ചൈൽഡ് ആവുന്നപ്പോഴാണ് only when we communicate better. അതേപോലെ തന്നെ നമ്മുടെ അധ്യാപന ജീവിതത്തിലായാലും ശരി, വിദ്യാർത്ഥി ജീവിതത്തിലായാലും ശരി, ഏത് ഇതായാലും ശരി, ഏത് മേഖല ആയാലും ശരി, നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയാൽ തന്നെ യു വിൽ ബി എ ബെറ്റർ ഓട്ടോ ഡ്രൈവർ ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വെൽ വിത്ത് യുവർ ക്ലയന്റ്സ് ഓർ യുവർ കസ്റ്റമേഴ്സ്. So remember friends, communication is vital in life. Communication plays a vital role in our lives. The better you communicate, the more you achieve in life. അത് മറക്കരുത്. നേരത്തെ ഭരതൻ സാർ പറഞ്ഞു, ഒന്നാം പേപ്പർ എന്ന് പറഞ്ഞാൽ, ഭരതൻ സാറാണോ സജ്ജന മാഡം ആണോ എന്ന് പറയില്ല, ഒന്നാം പേപ്പർ എന്ന് പറഞ്ഞാൽ അത് വളരെ നമുക്ക് മറ്റെല്ലാ ജീവിതത്തില് അങ്ങേയറ്റം ഉപകരിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരിക്കൽ കൂടി അടിപൊളിയായിട്ട് പറയാണ്. നിങ്ങളിപ്പം UGC എഴുതിയാലും എഴുതിയില്ലെങ്കിൽ ശരി, ചില കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു പോകുന്ന ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട കാര്യങ്ങളാണ്, ജീവിതത്തിലുടനീളം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചില സംഗതികൾ എടുത്തു പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ. The better you communicate, the more you achieve in life. So try to improve your communication skills. That's very, very important. കേട്ടോ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മള് ജനനത്തിന്റെ മുൻപ് തന്നെ തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രോസസ്. ജനനത്തിന്റെ മുൻപ് തന്നെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം, ജനിക്കുന്നതിന് മുമ്പോ, അതെ, ഈ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, വളരെ സിമ്പിളാണ്. ഇതിൽ കൂട്ടത്തിൽ നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, കുഞ്ഞുങ്ങളുള്ള ആളുകൾ ഉണ്ടാവും, പാരന്റ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഹൗ ദേ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദെയർ അൺബോൺ ചൈൽഡ് എന്ന്. അതുപോലെ തന്നെ ഹൗ ദെയർ അൺബോൺ ചൈൽഡ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദം. വളരെ കൃത്യമായിട്ട് ആ അമ്മയ്ക്കും അല്ലെങ്കിൽ ആ കുഞ്ഞിനും മനസ്സിലാവുന്ന ഭാഷയിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. നമ്മള് ഈ സംസാരിക്കുന്ന ഭാഷയല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വളരെ മനസ്സിലാവുന്ന ഭാഷയിൽ. So അത്രയും perfect communication. So the moment you are conceived, you start your communication. And നമ്മുടെ ദത്തോടുകൂടെ കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്നുണ്ടോ? I don't know. People say അവസാനിക്കുന്നില്ല എന്നാണ് പല ആളുകളും പറയുന്നത്. ഉണ്ടോ എന്ന് പറയുന്നവരുണ്ടാവാം. So that's a different thing. So communication is a universal process. Without communication, life is almost impossible. ഇത്തരം സംഗതികളൊന്നും ഒരു ഫൗണ്ടേഷൻ ഭാഗമായിട്ടാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. So remember, communication is basically it's exchange of thoughts, information or opinion by speech, writing or signs. Communication വലിയ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് ഡെഫിനിഷൻസ് ആണ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതിലേക്കൊന്നും നമ്മൾ പോകണം, നമുക്ക് ആ ഡെഫിനേഷൻ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. വി ഷുഡ് നോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഒരു സബ്ജക്ട്, ഇതിലിപ്പം കമ്മ്യൂണിക്കേഷൻ ആസ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവരുണ്ടാവാം, പഠിക്കാത്തവരുണ്ടാവാം. പല ഏരിയയിൽ പല സബ്ജക്റ്റുകളും എടുത്തവരുണ്ടാകാം, മാത്തമാറ്റിക്സ് എടുത്തവരുണ്ടാവാം, സോഷ്യൽ സയൻസ് എടുത്തവരുണ്ടാകാം, ലാംഗ്വേജ് പഠിക്കുന്നവരുണ്ടാവാം, പല ആളുകളും നിങ്ങളെ കൂടുതലുണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തായാലും ശരി, ഒരു സബ്ജക്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇറ്റ്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അല്ലാതെ നെവർ ട്രൈ ടു ലേൺ ബൈ ഹാർട്ട്. ബൈ ഹാർട്ട് പഠിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. ദാറ്റ്സ് നോട്ട് എ ഗുഡ് വേ ഓഫ് ലേണിംഗ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്ട്. മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് അറ്റൻഷൻ. അല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ
ക്ലാസ്സിന്റെ സമയത്ത് നമ്മൾ അവിടെ ഇവിടെ ഇരുന്ന് ഇപ്പൊ വീട്ടിലായിരിക്കും നിങ്ങളൊക്കെ പലരും ഉണ്ടാവുക. വീട്ടിൽ പല തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും നല്ല ഫൈനസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇരിക്കുന്നത് വ്യത്യസ്ത കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് എന്റെ റൂമിലും ഇവിടെ എല്ലാം കൂടി സകലകുലാവി സാധനമാണ്. നിങ്ങൾക്ക് എന്റെ ബാക്കിലെ എന്റെ ഡ്രസ്സും സാധനങ്ങളും ഞാൻ എന്റെ പാലക്കാടുള്ള എന്റെ റൂമിലാണ് ഇരിക്കുന്നത്. എന്റെ വീടല്ല, ഇറ്റ്സ് എ സ്മോൾ റൂം വേർ ഐ സ്റ്റേ വെൻ ഐ ആം ഇൻ പാലക്കാട്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാകും. എനിക്ക് തൽക്കാലം ഇപ്പൊ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. വളരെ കെയർഫുൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധയോട് കൂടി ഇരിക്കുക. കാരണം ഇത് കഴിഞ്ഞിട്ട് നോട്ട്സ് കിട്ടുമല്ല, നോട്ട്സ് നോക്കി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമെന്ന് ആ ഒരു ചിന്തയിൽ നമ്മൾ ഒഴിവാക്കുക. ട്രൈ ടു ലിസൺ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നത് ഒരു വാക്കായിരിക്കും പഠിക്കുന്നുണ്ടാകും. പക്ഷെ ഇഫ് യു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ അന്നേരം ചിന്തിക്കുന്നുണ്ടാകുക ഐ എം റിച്ച് ബൈ വൺ വേർഡ് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സോ ട്രൈ ടു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ട്രൈ ടു ലിസൺ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് കേട്ടോ. So friends, I told you it's an exchange of thoughts, information or opinion by speech or writing. So look at this picture. It is ഒരാളുടെ മനസ്സിലുള്ള മറ്റേ ആളുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. This is what is communication. And pictorially I'm presenting in front of you. നമ്മുടെ മനസ്സിലുള്ള തോട്ട്സ്, it can be ideas, it can be thoughts, it can be some feelings, it can be anything, it can be a message, whatever it is. So that is being transferred and transplanted into another mind. And തിരിച്ചു മറ്റേ മനസ്സിലുള്ള അതിനുള്ള എന്തായാലും ശരി. So that is what is communication. കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, it's a process by which information is exchanged between people or individuals through a common system of symbols, signs or behavior. Through a common system of symbols, signs or behavior. പൊതുവായിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇത് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ, we are using a common language. Just one sec. Some ഖലകള sound is coming. Okay. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഇറ്റ്സ് എ കോമൺ ഭാഷയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇഫ് ഐ സേ കിത്വൻ, പലർക്കും നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കിത്വൻ, വാട്ട് ഇസ് ദിസ്? യു മൈ തിങ്ക് സം കിറ്റൻ ഓർ സം കൈറ്റ് ഓർ സംതിങ് വാട്ട് എവർ. നേരെ കുറിച്ച് ഇഫ് ഐ സേ എ കാറ്റ് ഞാൻ പറഞ്ഞാൽ you would easily understand. So communication is proper. There is no barrier to communication there. മനസ്സിലായില്ലേ? cat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an image of a cat, പൂച്ച നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. So I am transferring the image that had formed in my mind into your mind by using a language, a symbol or sign that's called language. Okay. So CAT, cat. So that is common between us. You know that, I know that. So പരിചയമില്ലാത്ത പറയുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ വരുന്നുണ്ട്. ഓക്കെ. സോ അതുപോലെ തന്നെ ഞാനിപ്പോൾ കൈകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ you understand what it means. If I say thumbs up, you understand what it means. These are all common. If a red light is on at the traffic signal, you would understand what it means because that is a common thing. Everybody knows it. All right. So this is communication. Let's see. From one person to another. Great knowledge. But unless you can communicate to others, it is worthless. So knowledge is മാത്രമല്ല കാര്യം ഇരിക്കുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, knowledge is power എന്ന് പറയാറുണ്ട്. I would say knowledge is not power. Knowledge is not power. Knowledge is only potential power. Knowledge becomes power only when it is communicated effectively. ഒരാൾക്ക് കുറെ നോളജ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? You should be able to use it properly. You should be able to communicate effectively. Then it becomes power. Till then, it is only potential power. So you can acquire any amount of knowledge, but unless you can communicate it to others properly or effectively, it is worthless.
ഈ ഒരു കാര്യം മനസ്സിലാക്കുക. കുറെ പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ഹിയർ. It is transferring of നമ്മുടെ മനസ്സിലുള്ള സ്റ്റിമുലായി are being transferred into. Look at this picture. Perfect communication is taking place between these two women, maybe mother and child, mother and daughter. Perfect communication. Look at it. They are not using any words. Without uttering a single word, excellent communication is taking place here. So communication, words അല്ല വേണ്ടത്. Words മാത്രം പോരാ. മനസ്സിലായില്ലേ? Words ഇല്ലാതെ communicate. ഇവിടെ നോക്ക്. This is from a temple. It's seen from a Malappuram temple. They are communicating with their God. Look at that. Perfect communication is taking place there. It may not be one way, it may not be two way here in this case, but still they are communicating. I'm skipping all these pictures. So many pictures are there. I'm skipping many of them. Usually they say a picture is worth more than 1,000 words എന്ന് പറയാറുണ്ട്. Because സാധാരണ വാക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് പിക്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. A picture is worth more than 1,000 words എന്ന് പലപ്പോഴും പറയാറുണ്ട്. So it communicates a lot. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിലധികം ഒരു പിക്ചർ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. That's why pictures are more important. പല പടങ്ങളും നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. I took all these pictures randomly from the internet. Just for the heck of it. Some pictures will make you laugh. Some pictures so remember friends, how well we communicate is determined not by how well we say things, but how well we are understood. As teachers, as potential teachers, as tomorrow's teachers, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതാണ്. നമ്മൾ പലപ്പോഴും സ്കൂളുകളും കോളേജുകളിലൊക്കെ കേട്ട് തയമ്പിച്ച ഒരു വാക്കാണ് എന്ത്, ഞാൻ എന്റെ പോർഷൻ തീർത്തു എന്ന് ടീച്ചേഴ്സ് അധ്യാപകർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പോർഷൻ തീർക്കലല്ല നിങ്ങളുടെ ജോലി. So remember, how well you communicate is decided by not how well you say things, but how well you are understood എന്നുള്ളതാണ്. നിങ്ങളെ മുന്നിലിരിക്കുന്ന കുട്ടികളെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, that means you are failure as a teacher. ഒരു വിദ്യാർത്ഥി ഫെയിൽ ആവുമ്പോൾ ആക്ച്വലി the teacher is failing. ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് നമ്മുടെ ഇന്നത്തെ അധ്യാപകർ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഗതി കൂടിയാണ്. When students fail, it is the failure of the teachers. Your responsibility is to make him understand, make her understand. So the child, the student should be understood. അതുകൊണ്ടാണല്ലോ ചില അധ്യാപകരോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർ പഠിപ്പിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില നമ്മൾ പറയാറുണ്ട് കണക്ക് മാഷന്മാര് ഭയങ്കര ഒടുക്കത്തെ ബുദ്ധിയായിരിക്കും, പഠിപ്പിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഒടുക്കത്തെ ബുദ്ധിയായിരിക്കും, പഠിപ്പിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. വാട്ട് യൂസ്? ആ ബുദ്ധി കൊണ്ട് ആർക്കെന്ത് ഗുണം? അത്തരം അധ്യാപകരല്ല നമുക്ക് വേണ്ടത്. വി വോണ്ട് ടീച്ചേഴ്സ് ഹു ക്യാൻ ടച്ച് ദ സ്റ്റുഡന്റ്. ആ ഒരു കോഡ് ഉണ്ടല്ലോ, ഒരു സ്റ്റുഡന്റുമായിട്ട് ആ ഒരു ഹൃദയബന്ധം. ടീച്ചേഴ്സ് ഹാർട്ട് എന്ന് പറഞ്ഞത് ഇറ്റ്സ് എൻ എക്സെപ്ഷണൽ ഹാർട്ട്. സാധാരണക്കാരന്റെ ഹാർട്ട് അല്ല ഒരു അധ്യാപകന്റെ ഹാർട്ട്. അത് ഒരു പ്രത്യേക രീതിയിൽ പൾസേറ്റ് ചെയ്യുന്ന ഒരു ഹാർട്ടാണ്. സ്റ്റുഡൻസുമായിട്ട് ആ ഹാർട്ടിന് സംവദിക്കാൻ പറ്റണം. അത്തരം ഒരു ഹാർട്ടായിരിക്കും അധ്യാപകന്റെ ഹാർട്ട്. അതിന് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്നേഹം കൊണ്ടായിരിക്കണം ഒരു അധ്യാപകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് സബ്ജക്ട് പഠിപ്പിച്ചാലും ശരി, സ്നേഹത്തോടുകൂടെ ഒരു സ്റ്റുഡന്റുമായിട്ട് സ്നേഹത്തോടുകൂടെ നിങ്ങൾ ഇടപെട്ട് നോക്ക്. ഈ വിൽ ബി നിങ്ങൾ ആ സബ്ജക്റ്റിനെ അവൻ സ്നേഹിച്ചു തുടങ്ങും, അവൾ സ്നേഹിച്ചു തുടങ്ങും, നിങ്ങളെയും സ്നേഹിച്ചു തുടങ്ങും. അപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ യു വിൽ ഹാവ് ഫുൾ അറ്റൻഷൻ ഇൻ ദ ക്ലാസ്. He will understand or she will understand. So communication will be wonderful. നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും സൗകര്യം, പഠിപ്പിക്കാനുള്ള enthusiasm the teachers will also have.
അല്ലാതെ ആർക്കാരോ വേണ്ടി വന്ന് ഓർക്കാനിക്കുന്ന രീതിയിലുള്ള പഠിപ്പിക്കൽ, അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. So actually, when you fail, your students are failing. When your students fail, you are failing. Actually, you are failing a generation in that case. അതാണ് അധ്യാപകരുടെ നിങ്ങൾ സൂക്ഷിക്കേണ്ട സാധ്യത. എല്ലാ പ്രൊഫഷൻ മാതിരിയല്ല. ഈ പ്രൊഫഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ യു ആർ മോൾഡിംഗ് ജനറേഷൻസ്. അവിടെ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ യു വിൽ ബി ഫെയിലിംഗ് ജനറേഷൻ. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഞാൻ അടിവരയിട്ട് പറയാൻ. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്ക് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു സംഗതി ഇല്ല. ബി വെരി വെരി കെയർഫുൾ. സോ ഫ്രണ്ട്സ്, എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ഇസ് ദ റിയൽ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ. Attitude is the real figure of speech in communication. When I heard this in my class, I asked my professor, "Sir, could you please explain to me in detail?" He tried to explain to me. He explained in great detail, and I could understand, but not fully. Then I asked him again, "Sir, I'm not satisfied. I'm not happy. I did not get it completely." Then he said, "Man, you will learn from your life." And I learned, within a couple of years, I learned attitude is the real figure of speech in communication. Attitude is the real figure of speech in life. You are replacing communication with life. അത്രത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സാധാരണ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. In fact, there is little difference in people. There is little difference in people. ജനങ്ങളെല്ലാം ഏറെക്കുറെ ഒരുപോലെ തന്നെ. But that little difference makes a big difference. What is the little difference? The little difference is attitude. And what is the big difference? The big difference is whether that attitude is positive or negative. That makes a huge difference. When your attitude is negative and positive, that makes a huge difference. So, if at all we suspect that we have strains of negativity in ourselves, try to change it. It's a must. You must change that negative side. Negative attitude will affect everything. If you have a negative attitude, nobody in the world will be able to help you achieve what you want to achieve. If your attitude is positive, nobody in the world will be able to stop you from achieving what you want to achieve. അത് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത്രമാത്രം വ്യത്യാസമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇസ് ലൈക്ക് എ ഫ്ലാറ്റ് ടയർ, പഞ്ചറായ ടയർ മാതിരിയാണ് പറയുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. വിതൗട്ട് ചേഞ്ചിങ് ദാറ്റ് യു വോണ്ട് ബി ഏബിൾ ടു ഗോ എനിവേർ. അത് മാറ്റാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അത്ര ഇമ്പോർട്ടന്റ് ആണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒറ്റ ടെസ്റ്റ് നിങ്ങൾ സ്വയം എടുത്താൽ മതി. ഒന്ന് മനസ്സുകൊണ്ട്. ഇപ്പം ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടക്കുന്നുണ്ടാവും. ചില ആളുകൾ വളരെ ഫുള്ളായിട്ട് അറ്റൻറ്റീവ് ആയിരിക്കാം, മറ്റു ചിലര് മറ്റവരോടെങ്കിലും, കാരണം മൈക്കും ക്യാമറ ഒക്കെ ഓഫ് അല്ലേ, ആരും കാണാനൊന്നും പോകുന്നില്ല, മറ്റെവിടെയെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം, മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാവാം. Whatever it is, ഞാൻ അതിലൊക്കെ ഒന്നും പോകുന്നില്ല. അതൊക്കെ it's up to you. If you are doing something else, you are cheating yourself. That's all. So don't do that. കാരണം ഞാൻ നിങ്ങളോട് I'm talking to you presuming that all of you are attentive. ഇതൊരു ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ you will not be able to talk to anyone else. I won't let you talk to anyone else. കാരണം I'll be looking at your face. നിങ്ങൾ എല്ലാവരുടെയും കണ്ണിൽ നോക്കി ആയിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. ഒരു ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ I'll never let you talk to anyone. I'll never let you sleep in the classroom. ഞാനൊരു അധ്യാപകനല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഉറങ്ങുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥനായി പോകും. എനിക്ക് പിന്നെ ഭയങ്കര വിഷമമാണ്. അപ്പൊ തന്നെ I won't let you do that. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും മുഖത്ത് നോക്കി മാറി മുഖത്ത് നോക്കി ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതെന്റെ ഒരു രീതിയാണ്. എന്തായാലും ശരി, ഞാൻ എന്നെ പറ്റി അല്ല പറയുന്നത്. അവനവനെ പറ്റി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബോറന്മാരായിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ ബിഗസ്റ്റ് ബോർ ഇൻ ദ വേൾഡ്. സോ പറഞ്ഞു വന്നത്, നമ്മളിൽ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്ന് ചിന്തിക്കാൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വിദ്യയുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്. ഇപ്പൊ എത്രയും നേരം ഞാൻ നിങ്ങളോട് ഒരു 10 മിനിറ്റിലധികം, 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു നിങ്ങളോട്.
നെറ്റിലേക്ക് വേണ്ട ഒരു കാര്യം ഇപ്പം ഇതുവരെ സംസാരിച്ചിട്ടില്ല. മറ്റുള്ള ഇൻട്രൊഡക്ടറി സാധനങ്ങളും ഫൗണ്ടേഷൻ ലെവലിലുള്ള സാധനങ്ങളുമാണ് സംസാരിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നെറ്റിന്റെ കോച്ചിങ്ങിന് വേണ്ടിയാണ്, നെറ്റ് കോച്ചിങ്ങിനാണ് വേണ്ടിയത്. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. യു ഹാവ് യുവർ ഇന്റർനെറ്റ്, യു ഹാവ് യുവർ മൊബൈൽ, യു ഹാവ് യുവർ ഗൂഗിൾ, യു ഹാവ് യുവർ ബുക്സ്, യു ഹാവ് യുവർ ഫ്രണ്ട്സ്, യു ഹാവ് യുവർ എവറിബഡി, യു ഹാവ് യുവർ ടീച്ചേഴ്സ്, എവറിബഡി. നിങ്ങൾക്ക് ഒരു റിസോഴ്സിനൊന്നും ഒരു കുറവുമില്ല. മാത്രമല്ല, പല സാധനങ്ങളും പുതിയതായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ, പുതിയതായിട്ട് ഒരെണ്ണം പറഞ്ഞില്ല. ഒക്കെ നമുക്ക് കേട്ട സാധനങ്ങളാണ്, മുമ്പ് പലപ്പോഴും പഠിച്ചതും കേട്ടതായിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾ എന്താണ് ഈ ചങ്ങാതി, ഈ വേസ്റ്റഡ് മൈ 20 minutes എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, there is an element of negativity within you. നേരെ മറിച്ച് if you are thinking that ഇതൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് എങ്കിൽ, എനിക്കറിയാവുന്ന കാര്യമാണ്, still he is talking about it, he is refreshing our minds എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ പഠിച്ചു, പുതിയൊരു സാധനമാണ് നിങ്ങൾ പഠിക്കും, ഒറ്റ വാക്കാണ് പഠിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നു this is good for me, I want it എന്നാണ് ചിന്തിക്കുന്നത്. there is a positive element within. നിങ്ങൾക്ക് തീരുമാനിക്കാം if it is negative or positive. if it is negative, നമ്മൾ ആരും കുറ്റം പറയണ്ട. കാരണം മനുഷ്യനായ നെഗറ്റിവിറ്റിയിലൊക്കെ ചിലപ്പോൾ പെട്ടുപോകും. നമ്മുടെ പല സാഹചര്യം കൊണ്ടും, നമ്മുടെ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടും, പല അനുഭവം കൊണ്ടും ആയിരിക്കും നെഗറ്റിവിറ്റി. റിമൂവ് ഇറ്റ്, ട്രൈ ടു റിമൂവ് ഇറ്റ്. മാറ്റണം. മനുഷ്യന് നമുക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ആകെ നമുക്ക് മാറ്റാൻ പറ്റുന്ന സംഗതി എന്താ? നമ്മുടെ സ്വഭാവവും നമ്മുടെ മനസ്സും മാത്രമാണ്, നമ്മുടെ തിങ്കിങ് മാത്രമാണ്. നമുക്ക് കൺട്രോളുള്ള ഒരേ ഒരു സംഗതി നമ്മുടെ മൈൻഡാണ്, മറ്റൊന്നുമല്ല. നമുക്ക് ചുറ്റും ഇപ്പം മലയാളം യൂണിവേഴ്സിറ്റി മേലിൽ നിങ്ങൾക്ക് യാതൊരു കൺട്രോളില്ല, കുറവായിരിക്കും, മിനിമൽ കൺട്രോൾ ആയിരിക്കും ഉണ്ടാവും. നമ്മുടെ അധ്യാപകരുടെ മേലിൽ നമുക്ക് മിനിമൽ കൺട്രോൾ ഉണ്ടാവും, മറ്റുള്ളവരുടെ മേലിൽ നമുക്ക് മിനിമൽ കൺട്രോൾ, നമ്മുടെ സർക്കംസ്റ്റൻസിന്റെ മേലിൽ നമുക്ക് മിനിമൽ കൺട്രോളേ ഉണ്ടാവും. പക്ഷെ യു ഹാവ് അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ യു, ഓവർ യുവർ സെൽഫ്. സോ അത് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ യു ക്യാൻ ചേഞ്ച് ഇറ്റ് ഇഫ് യു വാണ്ട്. സോ റിമെമ്പർ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഒരു സംഗതി, യു ക്യാൻ റീഡ് ഇറ്റ് ഇൻ whatever way you like. You can read it, success is no way. You can also read it, success is now here. I just want to show you an example. It depends on how you look at it. It depends on how you look at it. The first one is negative. Success is nowhere. It's a negative statement. Success is now here is a positive statement. So life is like that. It depends on how you look at it. നമ്മൾക്ക് ചൂസ് ചെയ്യാം എന്ത് വേണം എന്നുള്ളത്. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു വലിയൊരു ട്രാഫിക് ബ്ലോക്ക്, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ധൃതി പിടിച്ച് ഇവിടെ പോവുക, വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ വണ്ടിയൊന്നും വന്ന് തട്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു. You don't have any control on yourself over that situation. But you have control over how to react, over your reaction to that. അതിലേക്ക് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം. So you don't have much control on this class. I am doing the class, I am leading the class. You don't have much control on me. But you can decide how to respond to it, whether to respond negatively or positively to it. You can decide. You can switch off and go, and you can start doing something in your kitchen, or you can start doing something with your computer, and you have that freedom, and you can sit attentively and learn something. It's up to you. So that is the attitude. Attitude can change everything. Just remember, friends, you can't have a good day with a bad attitude. You will never have a good day with a bad attitude. I promise you that. And at the same time, you can never have a bad day with a good attitude. People with good attitude will never have a bad day. അതല്ല നമ്മൾ പറയാറ്, ചിലപ്പം ഏത് നരകവും സ്വർഗമാക്കാൻ പറ്റും മനുഷ്യന് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഏത് സ്വർഗവും ചില ആളുകൾ നരകമാക്കും. ആ ഒരു പ്രത്യേകതയാണ്. So remember friends, the only disability in life is a bad attitude. That's the only disability in life, nothing else. Nothing else. Let's come back to the subject. The communication, the word communication has come from the word share, Latin word communis എന്നുള്ള വാക്കില് ഷെയർ എന്നാണ് അതിന്റെ അർത്ഥം. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ എന്നുള്ള മീനിങ്ങിലുള്ള ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ്റ്റ് നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക്
വന്നിരിക്കുന്നത്. Now, let's look at how the communication works. There are several models of communication. പല തരത്തിലുള്ള മോഡൽ ഉണ്ട്. So we are not learning about those models-ലേക്കൊന്നും നമ്മൾ പോകണ്ട. പക്ഷെ ഒരു മിനിമം ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. So for any communication there is a sender. There is a sender. A sender is a source. Sender is also called source. S-O-U-R-C-E. Source. Sender or communicator. ഈ മൂന്ന് വാക്ക് നമുക്ക് ഉപയോഗിക്കാം. Sender, communicator or source. ആരാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ. Then you have a message. Then there is a receiver. And the receiver is giving a feedback. Feedback is a response അല്ലെങ്കിൽ reply. ഇവിടെ ഇപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ വലിയ ഒരു പരിമിതി എന്ന് വെച്ചാൽ ഐ എം നോട്ട് ഗെറ്റിംഗ് ദ ഫീഡ്ബാക്ക് ഹിയർ. ഇവിടെ എന്റെ ഫീഡ്ബാക്ക് ലിമിറ്റഡ് ആണ്. അതാണ് ഏറ്റവും വലിയ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിച്ചു പോവാം. എപ്പോഴെങ്കിലും കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവുന്നുണ്ടോ, എത്ര പേർക്ക് ഇത് നെറ്റ് കട്ടാവുന്നുണ്ടോ എന്താന്നുള്ളത് ഞാൻ അറിയുന്നില്ല. മനസ്സിലായല്ലേ? ഐ എം പ്രസ്യൂമിംഗ് ദാറ്റ് ഓൾ ഓഫ് യു ആർ ലിസണിംഗ്. യുവർ ഫീഡ്ബാക്ക് ഇസ് നോട്ട് there. Whereas നിങ്ങൾ എന്റെ മുമ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു ക്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ യുവർ ഫീഡ്ബാക്ക് ഇസ് ഇൻസ്റ്റന്റ്. I can get even without saying a single word. നിങ്ങൾ ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല. I am getting your feedback from your eyes, from your face, from your postures, from the way you sit. നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ഇരുത്തത്തിൽ നിന്നും, നിങ്ങളുടെ തലയുടെ ഷേപ്പിൽ വെച്ചിരിക്കുന്ന രീതിയിൽ നിന്നും, നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും, മുഖത്തിന്റെ ഭാവങ്ങളിൽ നിന്നും, മൂക്കിൽ നിന്നും, ചുണ്ടിൽ നിന്നും ഒക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അതിനൊന്നുള്ള സാധ്യതയില്ല. ഇവിടെ ഐ എം ഡിപ്പെൻഡിങ് ഓൺലി ഓൺ വേർഡ്സ്. അതിനെപ്പറ്റി കൂടുതൽ പറയാം. സോ ഫീഡ്ബാക്ക് ഈസ് റെസ്പോൺസ് ആണ് കേട്ടോ. അതിൽ ഒന്നുകൂടി നമ്മൾ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ, a sender or a source is sending a message through a channel. There is a channel. ഇവിടെ channel എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് കൂടി പറഞ്ഞു. And the receiver is getting the message. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ യു കൻ ആസ്ക് മീ കേട്ടോ. ചോദിക്കണേ, ചോദിക്കാതെ മിണ്ടാതെ ഇരുന്ന് കളയരുത്. ഒരു മടിക്കണ്ട. എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചോളൂ. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിക്കാൻ. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അറിയാത്തതാണെങ്കിൽ ഐ വിൽ അപ്പോളജൈസ് ആൻഡ് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം, നല്ല കാര്യം അറിയില്ല എന്ന് പറയാന്നുള്ള ഒരു മനസ്സാണ്. അതൊരു വലിയ കാര്യമാണ്. അറിയാത്ത കാര്യം നമ്മൾ അറിയില്ല എന്ന് പറയും എന്ന് വേണം, ഒരു സംശയമില്ല. അറിയില്ല പെട്ടെന്ന് ചെയ്തിട്ട് എന്ത് നേടുന്നു? നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോ ഒരു വലിയ അധ്യാപകനായിട്ട് ഇരുന്ന് ചമഞ്ഞിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് എന്നെ അറിയാവുന്നത് വളരെ തുച്ഛമേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിയാത്ത മാത്രമേ അറിയുള്ളൂ. എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ ചോദിക്കുക, അതേ ഞാൻ പറഞ്ഞുതരും. അല്ലെങ്കിൽ sender, message, channel, receiver. And noise can come at any level. Noise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ anything that affects communication is called noise. Noise can be physical noise. ഈ ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ശബ്ദം ഇടയിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് നോയ്സ് ആണ്. ഇറ്റ് ക്യാൻ ബി ഈവൻ എന്തെങ്കിലും ഒരു മറ്റൊരു നമുക്ക് ഞാൻ പറഞ്ഞ സാങ്കേതിക നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വെച്ചോ, ഭാഷ മനസ്സിലായില്ല എന്ന് വെച്ചോ. So it is also noise. Anything that affects. It is called semantic noise. അതിനാണ് ഇവിടെ സെമാന്റിക് നോയ്സ് എന്ന് പറയുന്നത്. സെമാന്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് മീനിങ് ആണ് സെമാന്റിക്സ് എന്ന് പറയുന്നത്. So noise can be at any level. Noise can come. Noise is anything that affects communication. Now, കുറച്ചുകൂടി നമ്മളൊന്ന് വിശദമായിട്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. So the communicator has an idea to communicate. His or her in communicator's mind, her cognitive system, cognition is namala manasinte system. Cognition is working. It is creating an idea. It's creating a message. So that message is being transferred into the other person. So before transferring, that message is transformed into a code. So നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, when I said ketun, you may not have understood what I mean because it's a different language. When I say cat, you got it. Image of a cat is transferred into your mind. How did I achieve it? I achieved by encoding, coding. എന്റെ മനസ്സിലുള്ള ഇമേജ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം
ഞാൻ ഒരു കോഡാക്കി ഭാഷയുടെ CAT എന്നുള്ള CAT എന്നുള്ള ഒരു കോഡ് ഞാൻ ഉപയോഗിച്ചു. ലാംഗ്വേജ് എന്ന കോഡിനെ ഞാൻ ഉപയോഗിച്ചു. So I transferred into that code and I sent you. So what I did was encoding. That process is called encoding. And you understood it. You have decoded it correctly. The moment you heard cat, നിങ്ങളുടെ മനസ്സിൽ ഒരു പൂച്ചയുടെ ഇമേജ് പറഞ്ഞു. So if I say a tree, ട്രീ എന്നുള്ള ഇത് ഞാൻ ട്രീ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. TREE ട്രീ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ മനസ്സിലുള്ള ഒരു മരത്തിന് ചിലപ്പോൾ മരം എന്റെ മനസ്സിൽ തേക്കായിരിക്കും, നിങ്ങളുടെ മനസ്സിലേക്ക് അത് പ്ലാവായിരിക്കും. വാട്ടെവർ ഇറ്റ് ഈസ്, ഒരു മരത്തിന്റെ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? The moment I said tree. So what I did is encoding, and what you have done is decoding. ഞാൻ പറഞ്ഞ സാധനത്തിന് നിങ്ങൾ ഡീകോഡ് ചെയ്തു. നിങ്ങൾ ട്രീ എന്നേ കേട്ടിട്ടുള്ളൂ, നിങ്ങൾ അതുപോലെ കാറ്റ് എന്ന് കേട്ടിട്ടുള്ളൂ. കാറ്റ് എന്നുള്ളതിന് നിങ്ങൾ അത് ഡീകോഡ് ചെയ്തപ്പോഴാണ് അതിന്റെ യഥാർത്ഥ മെസ്സേജ് നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിയത്. So that process is called encoding and decoding. Is this clear? Yes. Yeah. എന്തെങ്കിലും അതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ക്ലിയർ അല്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ യു മസ്റ്റ് ടെൽ മീ. ആരെങ്കിലും ഒരാള് ഷുഡ് ടേക്ക് ദ ലീഡർഷിപ്പ്, ഐ വുഡ് സേ. ഇൻ കേസ് വല്ലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാറ്, ബിക്കോസ് നിങ്ങൾ അതിൽ ക്ലിയർ എന്ന് അടിച്ചു കഴിഞ്ഞാലും ശരി, ഐ വോണ്ട് ബി ഏബിൾ ടു സീ ദാറ്റ്. നിങ്ങളുടെ മെസ്സേജസ് ഞാൻ കാണുന്നില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. സോ ഒന്ന് ഒരാള് മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങളിപ്പോ സംസാരിച്ചാൽ നന്നായി. ആരെങ്കിലും who would like to be the leader of today's class? I want one of you to take leadership. Please come forward. ആരെങ്കിലും ഒരാള് volunteer. Please volunteer yourself. The person who should be attentive കേട്ടോ, മൂന്നാമത്തെ ഒരാൾ. കാരണം എപ്പോഴാണ് ഞാൻ എന്താ ചോദിക്കാനെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല ചോദിക്കുക. വാട്ട് ഐ വാണ്ട് ഇസ് ഇതുപോലുള്ള മനസ്സിലാവും, കേട്ടോ ഇല്ലേ എന്നുള്ള അങ്ങനത്തെ സംഗതികളായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ച് നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടിക്കാനും നിൽക്കില്ല. ഡോണ്ട് വറി. ആരാണ്? യെസ്, എന്താണ് പേര്? അശ്വതി. Ashwari, very good. So friends, Ashwati is today's leader. So Ashwati, if I ask a question, please switch on your mic and answer me. Okay? Oh, sure, sir. That will help me, because നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നുള്ളത്. കാരണം ഒരു ഫീഡ്ബാക്കും ഇല്ലാതെ ഇങ്ങനെ ഒരു വൺ വേ ട്രാഫിക് ആയിട്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇസ് നെവർ വൺ വേ, ഇറ്റ്സ് ഓൾവേസ് ടു വേ. മനസ്സിലായില്ലേ? ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ? So friends, I hope this is encoding and decoding. I'll move on to another slide. Here you have a sender, and the sender is encoding the message, and the message is sent through a channel, and the receiver gets the message. Receiver decodes the message, and noise can come at many, and the receiver gives the feedback. So when I send you a communication, when I asked you, Ashwari was giving me the feedback. You understand? So when Ashwari asks me something, I'll be giving her the feedback. Now let's അത് കുറച്ചുകൂടി ഒന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞാൽ, a sender is encoding is, അപ്പോൾ encoding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sending the message, ആ മെസ്സേജിനെ അയക്കുന്ന കോഡാക്കി മാറ്റി അയക്കുന്ന രീതി, അതിനാണ് it is called encoding. ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, this is what is encoding. I'm using language as a code. So I'm encoding the message through a media, through a channel. ആ ചാനൽ ഇവിടെ ഇപ്പൊ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇന്റർനെറ്റ് ആണ്. നമ്മുടെ ചാനൽ ഇന്റർനെറ്റ് വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ ചാനൽ. So you are decoding what you listen to, what you hear. So as a receiver, you get the message and you are responding. Now you are responding by being quiet. That means from you being quiet, what I understand is that you have understood. You have understood what I said. So that is the meaning of your quiet, your silence.
If you don't understand, I presume that you will be asking me again, what is it? I have not understood. Please explain, sir. You'll be asking me that. Okay? So the response and noise can come at any level. Actually, because of this fear of the noise, you have switched off your mics now. Your mic is muted because we are worried about the noise coming from different levels. Now, look at it. The sender is sending the message, the receiver gets the message, the receiver gives a feedback. And here, in this case, communication becomes circular. Communication is never one way, it's always two-way. It's always two-way. It becomes circular here in this case. So the sender becomes the receiver becomes the sender. How? The sender is sending the message, the receiver gets the message, the receiver gives the feedback. The moment the receiver gives the feedback, the receiver becomes the sender. The receiver becomes the sender, and the sender gets the message from the receiver. The first sender gets the receiver message from the, and the sender becomes the receiver in that case. Okay. Ashwin, slide മാറുന്നുണ്ടല്ലോ അല്ലേ? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? ഉണ്ട് കാണുന്നുണ്ട് സർ. Okay. Look at it. Encoder is actually the interpreting. You are interpreting the code. You are interpreting the message. So you are sending the message, and the receiver decodes the message, interprets it, then sends it back and gives a feedback. So receiver becomes the encoder, encoder becomes the decoder. Encoder becomes the decoder, decoder becomes the encoder. This process keeps going on and on. It's an endless process. This is an old theory. Aristotle fundamental theory of communication. There's a speaker, there will be a speaker, speaker will deliver a speech. On occasion, there should be an occasion, and there will be an audience, and there will be an effect. This is Aristotle's model of communication. Forget about it. I just want to show you. Now, an important thing is elements of communication. What are the elements of communication? Elements are also called universals of communication. Universals of communication. In the camera. One, context. Any communication will have a context. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്? സാധാരണ കമ്മ്യൂണിക്കേഷൻ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂം കോണ്ടെക്സ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് ക്ലാസ് റൂമാണ്, പക്ഷേ ഇറ്റ്സ് എൻ ഓൺലൈൻ കോണ്ടെക്സ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കോണ്ടെക്സ്റ്റ് വിൽ ഇൻവാരിയബിളി എഫക്ട് കമ്മ്യൂണിക്കേഷൻ. ഇവിടുത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വ്യത്യസ്ത കോണ്ടെക്സ്റ്റിലാണ് ഇരിക്കുന്നത്, വ്യത്യസ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓരോരുത്തരും ഓരോരുത്തരുടെ സൗകര്യത്തിലാണ്. ചില ആളുകൾ ബഹളത്തിന്റെ ഇടക്കായിരിക്കും, മറ്റു ചിലർ വളരെ ക്വയറ്റ് ആൻഡ് കാം ആയിട്ടിരിക്കുന്നുണ്ടാവും, മറ്റു ചിലര് പല ശബ്ദം ഉണ്ടായിരിക്കാം, മറ്റു ചിലര് വളരെ ക്വയറ്റ് ആയിട്ടുള്ള AC റൂമിലായിരിക്കും ഇരിക്കുന്നുണ്ടാകുക. അതിനുണ്ടാവും AC. എനിക്ക് ചെറിയ ഫാനിന്റെ ശബ്ദമുണ്ട്, പക്ഷെ നല്ല ചെറിയ തോതിലേ ഉള്ളൂ. പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റ് ആണ് നമുക്കുള്ളത്. Then second is source or sender. You don't need much explanation about that. Source or sender. The third one is message. We have a message to communicate. And the fourth one is that message is transformed into code. So that process is called encoding. And you are sending it. Encoding or sending. That is the fourth element. The fifth element is the channel. You are communicating through a channel. It can be sometimes face-to-face. Channel can be face-to-face. Channel can be sometimes through radio. The channel can be sometimes through telephone. It can be over internet. It can be through many ways. Okay. It can be through a letter. So the receiver. Sixth element is the receiver. Receiver is receiving the message or decoding the message. Seventh element is decoding or receiving. Sir? Yes. സ്ക്രീൻ വിസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ആര്? അവിടെ അശ്വതിക്ക് വിസിബിൾ ആണോ? എനിക്ക് വിസിബിൾ ആണ്. വിസിബിൾ ആണ്, ഇവിടെ വിസിബിൾ ആണ്. അപ്പൊ പിന്നെ വേറെന്തോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നല്ല, അവിടുത്തെ പ്രശ്നമായിരിക്കും. ഒന്ന് അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
ആർക്കാണ് വിസിബിൾ അല്ലാത്തത്? പ്ലീസ് സ്വിച്ച് ഓൺ യുവർ മൈക്ക് ആൻഡ് ടോക്ക് ടു മീ. ലെറ്റ്സ് ടോക്ക്, നോ പ്രോബ്ലം. എനിക്ക് വിസിബിൾ അല്ല. അല്ല, ഓക്കെ. എനിക്ക് വിസിബിൾ അല്ല. സാധ്യതയുള്ളത് റേഞ്ച് ഇഷ്യൂസ് ആയിരിക്കും അവര് ഇരിക്കുന്നിടത്ത്. ചിലപ്പോ ആയിരിക്കും. അഞ്ജന, നിങ്ങൾ മറ്റേ ഇതാണോ, മൊബൈലിലാണോ ഇരിക്കുന്നത്? മൊബൈലിലാണോ കാണുന്നത്? അതെ. അപ്പൊ മിക്കവാറും രണ്ട് സ്ക്രീൻ ഉണ്ടാവും. എന്റേത് ഒന്ന് യു കെൻ സീ മീ ഓൾസോ, ഞാൻ ഇരിക്കുന്നതായിരിക്കും. സ്ക്രീനും വേറെ ഉണ്ടാവും. അപ്പൊ നിങ്ങള് അതില് ആണോ? എന്തായിരിക്കും പ്രശ്നം? ഇടയ്ക്കൊരു പാർട്ടിസിപ്പന്റിന്റെ സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്ക്രീനിൽ പോയിട്ടുള്ളത്. സാറിന്റെ സ്ക്രീൻ വിസിബിൾ അല്ലാതായതിനു ശേഷമാണ്. ഓഹോ, അത് ശരി. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി രണ്ടാമതൊന്ന് കം ബാക്ക് ടു ഇറ്റ്. പക്ഷെ എല്ലാവർക്കും വിസിബിൾ, മെജോറിറ്റി ആൾക്കാർക്കും വിസിബിൾ അല്ലേ? അതിന്റെ അർത്ഥം സാറിന് പ്രോബ്ലം അല്ല എന്നാണ്. അല്ല, സാറില്ല, പ്രോബ്ലം അല്ല. പക്ഷെ എന്നാൽ പോലും ഒരാളുടെ പ്രോബ്ലം ആണെങ്കിൽ ശരി, let me try to address it. ഒരു കാര്യം, ഞാനിപ്പം I'll stop screen sharing and I'll come back to it again. ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടി ചെയ്യാം. നിങ്ങള് സ്ക്രീൻ കിട്ടാതെ എന്തുകൊണ്ട് എത്ര നേരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അത്ഭുതം. യു ഷുഡ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ്. നമ്മുടെ ആകെയുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരൊന്നും സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താ ആൾക്കാരാണ് പറയണ്ട. അഭിജിത്ത് നേരത്തെ പറയണ്ടടാ. ആ സമയത്ത് തന്നെയാണ് പോയിട്ടുള്ളൂ, അധികം ആയിട്ടുണ്ടായിരുന്നില്ല. ആണോ? ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഇതുവരെ ഏതായാലും ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ഏതാണ്ട് ഒരു മണിക്കൂറിന്റെ അടുത്ത് 3/4 മണിക്കൂർ നമ്മൾ സംസാരിച്ചു. How is it going? Tell me honestly. Is it going okay or are you having any difficulties? കാരണം ഞാനൊരു മക്കളെ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് കൊടുക്കാൻ വല്ലാതെ അറിയില്ല. എന്റേതായ ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കും. അത്രയേ ഉള്ളൂ. Is it okay for you or do you want me to change my style of presentation or എന്താണ്? I need your feedback. Abhijit, what do you suggest? Okay. This is fine. Ashwini, is it going fine or do you want me to change it? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ മതി. വലിയ കുഴപ്പമില്ല അല്ലെ? അപ്പം ചെറിയ കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല. കുഴപ്പമില്ല എന്നുള്ളത് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. കുഴപ്പമില്ല, നോട്ട് ബാഡ് അല്ലെ? അതിനർത്ഥതാ കുഴപ്പമില്ലായിരുന്നു, നോട്ട് ബാഡ്. ആയിക്കോട്ടെ. ഞാനതൊന്ന് ഇപ്പൊ എനിക്കൊന്ന് സ്ക്രീൻ പോയിട്ടുണ്ടാവും. I'll come back to the screen again. ഇപ്പൊ കിട്ടിയോ? അത് തിരിച്ചു വന്നോ സ്ക്രീന്? വന്നിട്ടുണ്ട് സാർ. റെഡി ആയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള കാര്യമായിട്ടൊന്നുമില്ല. ഇത് സാധനങ്ങളായിരുന്നു, ഇത്തരം സാധനങ്ങളായിരുന്നു നിങ്ങൾക്ക് ഒരു പക്ഷെ മിസ്സായിട്ടുണ്ടാവുക. എൻകോഡിങ് എന്നുള്ള സംഗതികൾ ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ, കുറച്ചേ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, എനിവേ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ഓഫ്. ഞാൻ പറഞ്ഞു വന്നിരുന്നത് നമ്മളെ കോണ്ടെക്സ്റ്റ്, then the second one is source or sender, third is message, then encoding or sending, then channel, then sixth one is receiver, receiving the message, and that is decoding, and the eighth element is feedback. Feedback is the response from what നമ്മൾ communicate ചെയ്തല്ലോ, നിങ്ങൾ എന്നോട് feedback തന്നല്ലോ, response തന്നല്ലോ. This is what is feedback. Okay. The ninth one is noise. Noise can come at any level. പല നിങ്ങളുടെ സൈഡിൽ നോയ്സ് വരാം, എന്റെ ലെവലിൽ വരാം, ഈ ട്രാൻസ്മിഷന്റെ ഇടയ്ക്ക് നോയ്സ് വരാം, എവിടെയും വരാം നോയ്സ്. മറ്റാരെങ്കിലും കയറിയോണ്ട് ഇതിൽ കയറിയിട്ട് അലമ്പുണ്ടാക്കി വെച്ചോളൂ. നമ്മള് എന്താ പറയാ, മറ്റൊരു പുറത്തുനിന്നുള്ള ഒരു അൺവാണ്ടഡ് എലിമെന്റ് കയറി ഇതിനകത്ത് അലമ്പുണ്ടാക്കിയ ദാറ്റ് ഇസ് അഗെയിൻ നോയ്സ്. അതൊരു നോയ്സ് ആയിട്ട് വരാം. ഓക്കെ, സോ ദ ഫിഫ്ത്ത് വൺ ഈസ് ഇഫക്റ്റ്. ഓൾ കമ്മ്യൂണിക്കേഷൻ വിൽ ഹാവ് സം ഇഫക്റ്റ്. ഇവിടെ ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂം ആയതുകൊണ്ട് ക്ലാസ് റൂമിൽ ഇഫക്റ്റ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം ഇഫക്റ്റ്. Effect can be sometimes happiness, effect can be sometimes sadness, effect can be sometimes sorrow or anger, anything can be effect. ഇവിടെ നമ്മുടെ കേസിൽ effect has to be understand.
ഞാൻ കഴിയുന്നത്ര മലയാളത്തില് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, മാക്സിമം എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ ഫോർ യു. Now let's look at the characteristics of എന്താണ് പറഞ്ഞോളൂ. ആരും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ alright. അശ്വതിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. Okay, fine. Characteristics of communication. It is a continuous universal process. That's one of the characteristics. It's a continuous process. Communication never stops. It's an unending process. It's a universal process. Everywhere wherever you go, without communication, life, I told you, life is almost impossible. Impossible. Imagine yourself shut in a room or a place, in a cell, without communicating with anyone for days on end. Imagine it, okay? You will go mad. ഭ്രാന്തായി പോകും നമ്മളൊക്കെ. എന്തിനധികം വീട്ടിലെ കുറച്ച് സമയം ഒന്നുമില്ലാതെ ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതാണ് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. It shares ideas, emotions, feelings, facts. This is another characteristics of communication. It requires a channel for transmission of message. It's a two-way process. Communication is never one way. It's a two-way process. It may be intentional or unintentional. Communication പലപ്പോഴും intentional ആണോ അല്ലെങ്കിൽ unintentional ആണോ. So we are talking intentional. Unintentional ആയിട്ട് എന്റെ body is talking to you. Unintentional ആയിട്ട് നമ്മൾ പലതും communicate ചെയ്യുന്നു. Even when I am talking to you intentionally. Say for example, if I yawn ചെയ്തത് വെച്ചാൽ ഞാൻ കോട്ടുവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ that's an unintentional communication. Actually, it is communicating a lot. It shows that either I am bored or I am tired or I am not well. But it's unintentional. So it may involve conventional or unconventional signals. Communication പലപ്പോഴും conventional ആയിട്ടുള്ള അല്ലെങ്കിൽ unconventional ആയിട്ടുള്ള signals വരാം. It may take linguistic or non-linguistic forms. Linguistic എന്ന് പറഞ്ഞാൽ ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള, non-linguistic എന്ന് പറഞ്ഞാൽ ഭാഷേതരമായിട്ടുള്ള. അതിലിപ്പോ ബോഡി ലാംഗ്വേജ് ഒക്കെ അതിൽ വരാം. നോൺ ലിംഗ്വിസ്റ്റിക് ഫോംസിൽ ബോഡി ലാംഗ്വേജ് അതിനകത്ത് വരാം. അപ്പൊ കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഫ്ലാഗ്സ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മറ്റുള്ള സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓൾ നോൺ ലിംഗ്വിസ്റ്റിക് ആണ്. Now, types of communication. There are different types of communication. We can say verbal communication and non-verbal communication depending on type. Verbal and non-verbal. Verbal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ using language എന്നാണ് അർത്ഥം. Linguistic form of communication is called verbal communication. അല്ലാതെ തെറ്റിദ്ധരിക്കരുത്. Verbal doesn't mean spoken only. Verbal is both written and spoken. Verbal can be either spoken or written. ഇവിടെ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് we are using verbal language only. Mainly verbal language ആണ്. You are listening to what I speak now. That is spoken language. That's verbal. You are seeing my slides also. You are reading, you are going through my slides. So that is also verbal. മനസ്സിലായില്ലേ? So if you see my window, that means നിങ്ങൾ എന്റെ ഇമേജ് നിങ്ങൾ കാണുന്നുണ്ട്, സംസാരിക്കുന്നത് കാണുന്നുണ്ട്. If you are listening to ഞാൻ എന്താ പറയുക, എന്റെ കൈകൊണ്ടും മൂക്കുകൊണ്ടും കണ്ണുകൊണ്ടും കാണിക്കുന്ന ആംഗ്യങ്ങള് അതും കാണുന്നുണ്ടെങ്കിൽ that is non verbal. പക്ഷെ അത് മിനിമം ലെവലിലേ ഉള്ളൂ. നിങ്ങളുടെ ഞാൻ ഒന്നും കാണുന്നില്ല, നിങ്ങളുടെ നോൺ വേർബൽ ഞാൻ ഒന്നും കാണുന്നില്ല. നിങ്ങളുടെ വേർബൽ മാത്രമേ, ഇപ്പൊ അശ്വതി എനിക്ക് തരുന്ന വല്ലപ്പോഴും തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ, അല്ലെങ്കിൽ അഭിജിത്ത് തരുന്ന വല്ല ഫീഡ്ബാക്ക് മാത്രമേ എനിക്ക് വേർബൽ ആയിട്ടുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? സോ നോൺ വേർബൽ ടോട്ടലി ഓഫ് ആണ് ഇവിടെ. ആക്ച്വലി നോൺ വേർബൽ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അത് കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ ഞാൻ പറയാം. Formal or informal. There can be formal communication and informal communication. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. It depends on the ഓർഗനൈസേഷന്റെ അനുസരിച്ചിരിക്കും. ചില ഓർഗനൈസേഷനിൽ ഇപ്പൊ നമ്മൾ if you are communicating with your vice chancellor, it will be a formal communication ആയിരിക്കും മിക്കവാറും. Informal ആയിട്ടുണ്ടാവുന്ന ഒക്കേഷൻ ഉണ്ടാവാം, മിക്കവാറും ഫോർമൽ ആയിരിക്കും.
Usually with teachers, most often you communicate formally, and sometimes, of course, informally also. So formal and informal communication depending on the context. Then vertical, horizontal, diagonal, multi-direction. Depending on the flow of the communication, depending on the position of the communication, direction of the communication, we can decide it whether it's vertical, horizontal, diagonal, or multi-directional. Say, for example, if the vice chancellor is communicating with a student, it is vertical communication. A student is, you are communicating with your friends, it is horizontal communication. If you are communicating with an attendant on your campus, it is a diagonal communication. Cross-sighted. It can be any direction. It can be depending on the context, depending on the direction. Okay. Then the other one is dyadic and multiadic. Dyadic means between two people. Multiadic means between more than two people. Dyadic and multiadic. Now, I told you, non-verbal communication is more important than verbal communication. It represents 2/3 of all communication. Non-verbal is very, very, very important. It represents 2/3 of communication. I will imagine it. I'll show you one fine. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നടക്കുന്ന ഈ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ടാണ്. We don't have any non-verbal communication means here. We are confined to verbal communication only. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷന്റെ ഏതാണ്ട് ഇഫക്റ്റ് പകുതിയിലധികം കുറവായിരിക്കും. അതിൽ നിന്നുകൊണ്ടാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, യു ഷുഡ് നോട്ട് ചീറ്റ് യുവർ സെൽഫ്, യു ഷുഡ് ലിസൺ പ്രോപ്പർലി. നിങ്ങൾ മുങ്ങരുത്, നിങ്ങൾ മറ്റുള്ള പരിപാടികളിലേക്ക് വ്യാപൃതമാവരുത്, നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അല്ലാതെ ക്യാബിൽ നോട്ട്സ് വായിച്ച് പഠിക്കാൻ തയ്യാറാവരുത് എന്ന് പറയാനുള്ള കാരണമാണ്. Let's look at this figure. Non-verbal skills or body language, it actually occupies 55% of our communication. Non-verbal skills are 55% എടുക്കുന്നത്. Words have only 10%. പറയുന്ന വാക്കുകൾക്ക് 10% communication effect ഉള്ളൂ. ബാക്കി 90% വേറെ വഴിക്കാൻ പോകുന്നത്. Then how about the 35%? It takes the tone of voice or the way words are spoken. അതുകൊണ്ടാണ് ഒരേ വാക്കുകൾ, ഒരേ സ്റ്റേറ്റ്മെന്റ്സ് വ്യത്യസ്ത ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. പലരും ക്ലാസ് എടുത്താൽ പല മാതിരിയല്ല ഉണ്ടാകുക. This is the reason. The way you utter your words, the way you speak your voice, your tone of voice, your intonation, your modulation, everything affects communication. So 34% എടുക്കുന്നത് the way how a person presents. Our presentation skill ആണ് നമ്മുടെ കാര്യങ്ങൾ. How she or he presents എന്നുള്ളതാണ്. ഞാൻ ഇതൊക്കെ കുറച്ച് സ്കിപ്പ് ചെയ്യാണ്, അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. So handshake or namaste, all of them communicate a lot. When you do namaste or when you do handshake, കോവിഡ് ആക്ച്വലി ഹാൻഡ് എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മളിൽ നിന്നും എടുത്ത് കളഞ്ഞു അല്ലേ. കോവിഡ് വന്നതിന് ശേഷം ഹാൻഡ് ഷേക്ക് ഒക്കെ വളരെ കുറഞ്ഞു. പക്ഷേ we introduced that unconventional greeting ഉണ്ടല്ലോ, knuckle to knuckle. This part is called knuckle. So knuckle to knuckle, this is called knuckle to knuckle greeting. So this way people started greeting. കോവിഡിന് ശേഷമുള്ള ഒരു ഇതാണ്. ഇതൊരു പഴയ സിസ്റ്റമാണ്, അൺകൺവെൻഷനൽ ആണ്. നമ്മുടെ കൺവെൻഷൻ അല്ല ഈ രീതി. നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു സാധനമാണ്. പക്ഷെ എമംഗ് ബോക്സേഴ്സ്, എമംഗ് ഫൈറ്റേഴ്സ് ഈ ഒരു രീതി വളരെ കോമൺ ആണ്. നെക്ക് ടു നെക്ക്, ഈ കൈൻഡ് ഓഫ് ഗ്രീറ്റ്. സോ ഹാൻഡ് ഷേക്ക് ഡിസപ്പിയർ ആയി, ഇത് വന്നു. പക്ഷെ ഇങ്ങനെ സ്റ്റിൽ പീപ്പിൾ ആർ യൂസിങ് ഹാൻഡ് ഷേക്ക്. അത് ഞാൻ അധികം അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സ്കിപ്പിംഗ് ഇറ്റ്. Friends, body language speaks volumes. It constitutes 50% or more of what we communicate. It varies from people to people, culture to culture.
Okay. Now let's discuss some model questions. കുറച്ച് ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. The most basic function of communication is to inform people, to instruct people, to influence people. Actually, the answer is 4. All of these. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ പറയാട്ടോ. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ യു ക്യാൻ സേ യു സ്വിച്ച് ഓൺ യുവർ മൈക്ക്. അധികം കുറച്ച് ആളുകളെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ. കുറച്ച് ബഹളം ഉണ്ടാവും, സാരമില്ല, കുറച്ച് സമയത്തേക്ക് നോക്കാം. വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് ഓഫാക്കാം. Second question. Channels used for downward communication are types of print, oral media, handbook manuals, all of the above. All of the downward. All of the above. Correct answer. All of the above. All these are meant for downward communication. Downward and upward communication. That is direction അനുസരിച്ച്. The types of downward എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് താഴേക്ക് ഉള്ള communication. Say for example, a newspaper അല്ലെങ്കിൽ handbook. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് താഴേക്കാണ്. You a kind of dictating ലെവലിലാണ് ഇത് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് upward communication എന്ന് പറയുന്നത് നമുക്ക് you are writing a letter to the vice chancellor. It is an upward communication. Then you are writing a suggestion box is there. ചില കേസുകളിലൊക്കെ നമ്മൾ ഒരു കംപ്ലൈന്റ് എഴുതിയിടാനുള്ള കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവും. It is upward communication. Depending on the direction, you can say whether it's upward, downward. The conversion of spoken words into written language is called transcription. The answer is transcription. In communication, the language is. Sir, next question. മുന്നത്തെ question ഒന്നും കൂടി explain ചെയ്യൂ. ഇതല്ല ഇതിനും ഇത്. The conversion of spoken words into written language. Very simple. നമ്മൾ പറയുന്ന വാക്കുകൾ അതിനെ റിട്ടൺ ലാംഗ്വേജിലായിട്ട് അതിനെ നമ്മൾ പറയില്ല, സ്പീച്ചിന്റെ ഒക്കെ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. ഒരാളുടെ സ്പീച്ച് ഇസ് സ്പോക്കൺ തിങ്. സ്പീച്ച് ഇസ് ബേസിക്കലി എ സ്പോക്കൺ സാധനമാണ്. അതിന്റെ റിട്ടൺ എഴുതിയുള്ള ഫോമിനാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയാം. അതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? മനസ്സിലായി സർ. In communication, the language is verbal code. Number 2, verbal code is the answer. The competency of an effective communicator can be judged on the basis of meeting the needs of target audience. Meeting the needs of target audience. When verbal and non-verbal messages are contradictory, most people believe in non-verbal messages. Answer non-verbal. Verbal and non-verbal messages contradictory എന്ന് പറയുമ്പോൾ non-verbal എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ആംഗ്യ ഭാഷ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാംഗ്വേജ്. വെർബൽ എന്ന് പറഞ്ഞത് നമ്മൾ സ്പോക്കൺ റിട്ടൺ ആയിട്ടുള്ള ഭാഷ. രണ്ടും തമ്മിൽ യോജിച്ചില്ലെങ്കിൽ അവിടെ നോൺ വെർബൽ മെസ്സേജ് ആണ് ആളുകൾ വിശ്വസിക്കുന്നത്. നേരത്തെ ഒരു സൂചിപ്പിച്ചു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള കാരണം. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോ നമ്മളെ ഒരാളോട് വഴി ചോദിച്ചപ്പോ ആള് പറയാണ്, നിങ്ങൾ നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം കാണിക്കുന്നത് ഇങ്ങനെ വലത്തോട്ട് കാണിക്കുന്നു, കൈ കൊണ്ട് വലത്തോട്ട് കാണിച്ചു. പറയുന്നത് നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൈ കൊണ്ട് കാണിക്കുന്നത് വലത്തോട്ടാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ എങ്ങോട്ട് തിരിയാനാണ് സാധ്യത കൂടുതൽ? ഇടത്തോട്ട് തിരിയാനാണോ അതോ വലത്തോട്ട് തിരിയാനാണോ? സാധ്യത അവിടെ കൂടുതൽ വലത്തോട്ട് തിരിയാനാണ്. ബിക്കോസ് ഈ സ്ലൈഡ് നോക്കുക. In communication, a major barrier to reception of messages, audience attitude. Audience attitude is very important. Attitude is very important. In communication, chatting on internet is verbal communication. Chatting on internet, verbal communication. A channel for upward communication is
So last question, parallel communication, grapevine communication എന്താ? Okay. Grapevine communication is informal communication. Informal communication in an organization sector is called grapevine communication. അത് നമ്മൾ പറയുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാധനമില്ല. പാരലൽ you can imagine when communication is taking place, if some other communication going on at the parallel level, you can call it parallel communication. പേര് കൊണ്ട് പല സാധനങ്ങളും നമ്മൾ പുതിയത് വരും. പക്ഷെ അത് കണ്ടിട്ട് അതുപോലെ ഇത്തരം ചോദ്യങ്ങൾ ചിലപ്പോൾ ചില സാധനങ്ങൾ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആൻസേഴ്സിൽ ഇട്ടും കറക്റ്റ് അല്ലാത്ത ആൻസർ കറക്റ്റ് ആയിട്ടൊന്നുണ്ടാവും. ചില മൂന്നെണ്ണം വേണ്ടാത്ത ചോദ്യങ്ങളായിരിക്കും. അതിനൊന്നും ചില എല്ലാത്തിനും മീനിങ് ഫുൾ ആയിക്കോളുന്നില്ല കേട്ടോ. A channel for upward communication is നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Letters. No. It is option fourth one is the right answer. Upward communication. Options for anonymous input like suggestion boxes, etc. Okay, that's the channel for upward communication. The chronological order of non-verbal communication is chronology എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈം പ്രകാരം. ക്രോണോ എന്ന് പറഞ്ഞാൽ ടൈം ആണ് കാണിക്കുന്നത്. സോ ആദ്യം ഇത് വന്ന് പിന്നെ ഇത് വന്ന് പിന്നെ എടുക്കുന്നത്. അതാണ് chronological order. ഇതാണ് സയൻസ് 1 correct. Signs, symbols, codes, colors. Colors ഏറ്റവും അവസാനം വന്ന സാധനം. So signs, symbols, codes and colors. ഇതാണ് അതിന്റെ chronological order. Transforming thoughts, ideas and messages into verbal and non-verbal signs is referred to as എന്തായിരിക്കും? Encoding. Correct. Verbal ആയാലും നോൺ വെർബൽ ആയാലും സയൻസിലേക്ക് അതിനെ മാറ്റുന്നതിനാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറഞ്ഞ ആ പ്രോസസ് പറഞ്ഞല്ലോ. യു ആർ യൂസിങ് കോഡാക്കി മാറ്റുക. സോ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇസ് കോൾഡ് എൻകോഡിംഗ്. All are the components of listening except answering. Correct. Answering ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. The messages are changed into symbols through the process of encoding. No, again encoding. The messages are changed into symbols through the process of encoding. Here's one question. In the process of communication, which one of the following is in the chronological order? ഏതാണ് ഇതിന്റെ chronological order? ശരിയായ ഓർഡറിൽ ഇപ്പൊ ഏതാണ്? Option 3. Third one. 3. Communicator, message, medium, receiver, effect. Correct. Third one is the right one. First communicator, then the message, then there's a medium or channel, then the receiver, then the effect. Effect is the last one. Imagine you are working in an educational institution where people are of equal status. Which manner of communication is best and normally employed in such a context? Answer is horizontal. Correct answer. Horizontal and horizontal communication. Okay. We have time till 1 o'clock. How do you want it? You want it now you have 2 more hours. You want 5-minute break each. Or a 5-minute break and at 12 o'clock also 1 5-minute break. Is it okay? Okay, sir. Let's take a 5-minute break now. Okay. Okay, sir. Thank you.
Hello. Hello friends, welcome back. സർ തുടങ്ങിക്കോളൂ, കുട്ടികൾ ജോയിൻ ചെയ്തോളൂ. Okay. So friends, welcome back. So connecting with eye contact is very important, I told you. ഇവിടെ നമുക്കത് നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. We don't have eye contact here. I just took some beautiful eyes. Look at his eye. Wow. This picture you may remember. Famous Afghan girl. Usually ഇവരുടെ കഥകളൊക്കെ പറയാറുണ്ടായിരുന്നു ക്ലാസ്സുകളിൽ, പക്ഷെ we don't have time പറയാത്. So I'm skipping all that. Look at this picture. This happens just before a fight. So eye contact is lost. Confidence determine ചെയ്യുന്ന ഒരു സാധനമാണ്. So eye contact involves the audience. It regulates the flow of communication. It signals interest in others. It increases speakers' credibility. Eye contact is very, very important. So is facial expression, gestures, posture, and body orientation. All these are very important. So importance of feedback. Feedback is very important because it helps the sender or the source to measure the success of her or his communication. It helps the sender to measure the success of communication. Feedback. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ മെഷർ ചെയ്യാറ്. അതാ ഞാൻ ഇത്രയും പറഞ്ഞത് ഇഫക്റ്റീവ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്. സോ ഫീഡ്ബാക്ക് ക്യാൻ ഓൾസോ help the speaker to modify, to determine whether to modify or not the message. ഈ രണ്ട് നിലയിൽ feedback is important. The study of feedback is called cybernetics. It's a technical word, cybernetics. Just ആ പേര് മാത്രം പഠിച്ചത്. It is from actually technical communication എന്ന് പറയുന്ന ഒരു വാക്കാണ്, not for our communication. So you're communicating with flags. It is called semaphore. Flag ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് സെമാഫോർ എന്ന് പറയും. ആ വാക്ക് മാത്രം അറിഞ്ഞിരിക്കുക. നേരത്തെ ചോദിച്ചു എന്താണ് ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ എന്താണെന്ന് ചോദിച്ചു. Here is an example for grape wine. Grape wine എന്ന് പറഞ്ഞാൽ മുന്തിരി വള്ളി എന്നതിന്റെ അർത്ഥം. വൈൻ VINE എന്ന് പറഞ്ഞാൽ വൈൻ, മറ്റേ വൈൻ അല്ല കേട്ടോ, മറ്റൊരു WINE ആണ്, വീഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ. മുന്തിരിയുടെ ചാറിന് വൈൻ എന്ന് പറയും, WINE. ദിസ് ഇസ് വൈൻ. ഈ വൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വള്ളിയാണ്. വൈൻ എന്ന് പറഞ്ഞാൽ വള്ളി, മുന്തിരി വള്ളിക്കാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. ആക്ച്വലി മുന്തിരി വള്ളി അതിന്റെ അർത്ഥം ഗോസിപ്പ് എന്നാണ്. ഗോസിപ്പാണ്. ഗോസിപ്പിന് പൊതുവെ അതിന് ലിമിറ്റ് ഉണ്ടാവില്ലല്ലോ. ഗോസിപ്പ് ഏത് റൂട്ടിലാണ് എങ്ങനെയാണ് പോകാന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കണ്ടില്ല. അത് പല രീതിയിലേക്ക് പല ദിശയിലേക്ക് പോകും. സോ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷനിൽ ഗോസിപ്പ് അല്ലെങ്കിൽ റൂമർ, informal communication by using gossip or rumor is called grapevine. To hear something through grapevine is to learn something informally and unofficially by means of gossip or rumor. That is what is grapevine. So grapevine communication, in effect, in one word, it means informal communication. Informal communication.
synchronous communication. Synchronous. There are two types of communication: synchronous and asynchronous communication. Synchronous means live meetings. നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ദിസ് ഇസ് എ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളൊക്കെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്, പലയിടത്തുനിന്നും ആയിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടാകുക, പക്ഷെ ഒരേ ടൈമിലാണ് ചെയ്യുന്നത്. ലൈവ് മീറ്റിംഗ്സ്, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസസ് ഈസ് ഓൾ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. സോ സിമിലർലി മീഡിയ ലൈക്ക് ഫിലിം, TV, റേഡിയോ. കാരണം ടെലിവിഷനിൽ ഇപ്പോൾ ഒരു ന്യൂസ് വാർത്ത വരുന്നത് 7 മിനിറ്റ് വാർത്ത എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് ആണ്. 7 മണിക്ക് തന്നെ എല്ലാവരും കാണും. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. അതേപോലെ റേഡിയോ, അതേപോലെ സിനിമ ഒരേ സമയത്തല്ല നമ്മൾ കാണും എല്ലാവരും. ഇപ്പോ ടെക്നോളജി മാറി, ഇന്റർനെറ്റിലെ ഓരോരുത്തർക്കും സിനിമ ഇഷ്ടമുള്ള സമയത്ത് എടുത്ത് കാണാം. പക്ഷെ അല്ലാതെ സിനിമ ഈസ് ഒറിജിനലി മെന്റ് ഫോർ പ്രൊജക്ഷൻ, സ്ക്രീനിങ്. സോ വെൻ ഇറ്റ് ഇസ് സ്ക്രീൻഡ്, people watch it together. So that's why it is called synchronous media. So let's have a different look at communication. Intrapersonal communication, interpersonal communication. I'm catching a cold. Just 1 second. I'll just be back. Wait a minute. Okay. ഈ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? Okay, thank you. You have intrapersonal communication, interpersonal communication, group communication, mass communication. So intrapersonal communication means, intra means within. Intra എന്ന് പറഞ്ഞാൽ within എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ IV ഇടാന്ന് വരുന്നില്ല. IV means intravenous എന്നാണ് അതിന്റെ അർത്ഥം. Intravenous means into the vein, within the vein എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ഇഞ്ചക്ഷൻസ് പലതരം, IV ഉണ്ട്, IM ഉണ്ട്, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഉണ്ട്, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ഉണ്ട്. സോ ഇൻ ടു ദ വെയിൻ, നമ്മൾ വെയിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നതിനാണ് IV എന്ന് പറയാം. മറ്റത് IM ആണ്, മസിലിന് അടിക്കുന്നതാണ്. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ബട്ടക്സിന് ബാക്കിന് അടിക്കും. സോ ഇറ്റ് ഈസ് ഇൻ ടു ദ മസിൽ. സോ ഇൻട്രാ മീൻസ് വിത്തിൻ ഓർ into എന്നുള്ള അർത്ഥമാണ് ഇൻട്രാ. So intrapersonal communication means a communication that is taking place within a person. But നമ്മൾ communicate ചെയ്യുന്നത്, this is actually interpersonal communication. ഞാൻ നിങ്ങളുമായിട്ട് നടക്കുന്ന communication. So even when interpersonal communication taking place between us, intrapersonal communication is taking place within each one of you. നിങ്ങളൊക്കെ ഉള്ളിൽ ഇപ്പോൾ communication നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല തരത്തിലുള്ള communication. You are asking yourself so many questions and you are finding answering for them. So that is what is intrapersonal communication. So that is communication taking place within a person. Intrapersonal communication. So second type is interpersonal communication. The most important and most popular form of communication is interpersonal. Interpersonal communication can be between two people and sometimes more than two people. Between people, communication taking place between people, interpersonal. There are more than two people here. All of them are doing. This is not a group communication. This is actually interpersonal communication. So this one is group communication. The third type is group communication. Group communication has to be strictly within a group where everyone gets equal opportunity to communicate. That's the group communication. So everyone gets equal opportunity to communicate in group communication. സാധാരണ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടല്ലോ. ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, everyone is given 5 minutes or 3 minutes or 10 minutes.
to talk. So that is group communication. And we are moving on to the fourth type of communication, which is the most important form of communication. That is mass communication. Mass communication is different from other forms of communication. It's quite different from other forms of communication. We all know what is mass communication, but when I suddenly ask you what is mass communication, you won't be able to define what it is. Let's look at, there are certain parameters, certain things that make mass communication different from other communication. Let's look at that. Some of the elements of mass communication. These are some of the elements of mass communication. One is impersonal messages. Messages are often not personal, impersonal. Two, mass communication takes place to large, unidentified audiences. That's one important element, unidentified. Here the audience is, ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. Is it mass communication? No. നിങ്ങൾ പറയും പക്ഷെ ഒരു 100 പേരുണ്ടായിരിക്കാം. അതില് ഇതിന്റെ ആക്ച്വലി ബൈ സ്ട്രീമിംഗ് ഓൺ ത്രൂ യൂട്യൂബിലൂടെ നിങ്ങൾ സ്ട്രീമിംഗ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ഇൻ ടു ദ മാസ് കമ്മ്യൂണിക്കേഷൻ ഏരിയ വേർ ഓഡിയൻസ് ഇസ് അൺഐഡന്റിഫൈഡ് ആണ്. അതില് നേരെ മറിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമില് ഇപ്പൊ നമ്മുടെ ഇപ്പം ഗൂഗിൾ മീറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ ഓഡിയൻസ് ഇസ് ഐഡന്റിഫൈഡ്. ഈച്ച് വൺ ഓഫ് യു are identifiable. You have your names, even though you're not, you have muted your mics, even though you have closed your cameras, your names show that you are identified. Okay. Whereas in mass communication, the audience is unidentified, and it will be large also. And third one is you need a technology-based media for mass communication. Mass communication is not possible in face-to-face format. You need a technology-based medium. So that is why it is also called mediated communication. Mass communication is also called mediated communication. And the final element of, the last element of mass communication is feedback is usually delayed or nil. Feedback is delayed or nil in mass communication. Whereas in face-to-face communication, feedback is instant. In this communication, you can give me the feedback immediately. If I ask you something, you can give me the feedback immediately. Or if something happens to our communication, or if I say something that you don't understand, or you want to reply to that, so your feedback will be instant. Whereas in mass communication, feedback will be delayed or nil. Now let's look at the mass communication at a closer level. So mass communication is communication by one person or a group of people to using a technology-based medium to large unidentified audiences, to large unidentified groups using a technology-based medium where the feedback is nil or delayed. And also the messages are impersonal. So this is what makes mass communication different from other forms of communication. ഇനി നമുക്ക് നോക്കാം മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞല്ലോ ടെക്നോളജി ബേസ്ഡ് മീഡിയ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മാസ് മീഡിയ. ഏതൊക്കെയാണ് മാസ് മീഡിയ നമ്മൾ പറയുന്നത്? മാസ് മീഡിയ എന്ന് പറയുന്നത് ഫസ്റ്റ് വി ഹാവ് ദ പ്രിന്റ് മീഡിയം. ഏറ്റവും ആദ്യത്തെ മാസ് മീഡിയ വന്നിരിക്കുന്നത് പ്രിന്റ് ആണ്. അതിന് മുമ്പ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഫസ്റ്റ് മാസ് മീഡിയ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രിന്റിനെയാണ്. സോ പ്രിന്റിംഗ് ടെക്നോളജിയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ കൊണ്ടുവന്നത്. സോ പ്രിന്റോട് കൂടാണ് വന്നത്. പ്രിന്റ് ഏതാണ്? പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് യു ഹാവ് ന്യൂസ് പേപ്പേഴ്സ്, ദെൻ യു ഹാവ് മാഗസിൻസ് ഓർ ജേർണൽസ്. മാഗസിൻസ് ഉണ്ട്, ജേർണൽസ് ഉണ്ട്, അതൊക്കെ ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ വീക്ക്ലീസ്, മാഗസിൻ, whatever, ഒരു അല്ലെങ്കിൽ പീരിയോഡിക്കൽസ് എന്ന് പറയും. ഇതിനൊക്കെ നമ്മൾ ഒരൊറ്റ ഗണത്തിലാണ് പെടുന്നത്. Then the third mass communication, third print media is books. So ഇത് മൂന്നെണ്ണാണ് പ്രിന്റ് ആയിട്ട് നമ്മൾ പ്രിന്റിന്റെ മാസ് കമ്മ്യൂണിക്കേഷൻ, പ്രിന്റ് മീഡിയ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. One is newspaper, second one is magazine, third is books ആണ്. So
After print comes electronic media. അതിൽ റേഡിയോ ആണ് ആദ്യം വന്നത്. റേഡിയോ ഇസ് ഫോർ ദ ഇയർ. റേഡിയോ വന്നു. അതിനുശേഷം ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ഇയർ യു ഹാവ് ദ ടെലിവിഷൻ. ടെലിവിഷൻ വന്നു. So these two are the electronic media നമ്മൾ കണക്കാക്കുന്നത്, or broadcast media. Electronic or broadcast media. So all of them use technologies. So printed newspaper ആയാലും magazine ആയാലും books ആയാലും ശരി, printing technology is involved. Then radio ആയാലും television ആയാലും ശരി, broadcast technology is involved. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മീഡിയ എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ. So projection technology is involved in cinema. Then ഇത് കൂടാതെ യു ഹാവ് ദ ന്യൂ മീഡിയ. പിന്നുള്ളത് ഇന്റർനെറ്റ് ബേസ് ആയിട്ടുള്ള എല്ലാ ഇതിനും കൂടി മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ന്യൂ മീഡിയ. അതിപ്പം ഫേസ്ബുക്ക് സ്ട്രീമിംഗ് ആയാലും ശരി, അല്ലെങ്കിൽ യൂട്യൂബ് സ്ട്രീമിംഗ് ആയാലും ശരി, ഇറ്റ് ഈസ് ഓൾ ദ ന്യൂ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അത് വരുന്നത്. യൂട്യൂബില് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് നോ ഹു ആർ ദ പീപ്പിൾ ഹു വാച്ച് ഇറ്റ്. അപ്പൊ അവിടെ അൺഐഡന്റിഫൈഡ് ഓഡിയൻസ് ആണ് വരുന്നത്. And the messages will be usually impersonal, and the feedback will be delayed or nil. സാധാരണ ആൾക്ക് ഫീഡ്ബാക്ക് കുറവായിരിക്കും, and it will be delayed. So ഈ ഒരു എന്താ പറയുക, യൂട്യൂബ് സ്ട്രീമിംഗും സോഷ്യൽ മീഡിയ സ്ട്രീമിംഗോട് വന്നതോടുകൂടെ കുറച്ചുകൂടി അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് യു കെൻ ഗിവ് ദ ഫീഡ്ബാക്ക് പലപ്പോഴും ഫാസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. യു വിൽ ഹാവ് ഫാസ്റ്റർ ഫീഡ്ബാക്ക് ഓൺ സോഷ്യൽ മീഡിയ. അവിടെയാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. നേരെ മറിച്ച് ട്രഡീഷണൽ കൺവെൻഷണൽ മാസ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഇല്ല. ഫോർ എക്സാമ്പിൾ, ന്യൂസ് പേപ്പറിൽ നമ്മൾ യു റീഡ് എ റിപ്പോർട്ട് ഇൻ ദ മോർണിംഗ്, യു ഡോണ്ട് ഗിവ് ദ ഫീഡ്ബാക്ക് യൂഷ്വലി. വളരെ റയർ ആയിട്ടായിരിക്കും. ഈവൻ ഇഫ് യു ഗിവ് ദ ഫീഡ്ബാക്ക് വിൽ ബി ഗിവൻ ടുമോറോ ഓർ എ വീക്ക് ലേറ്റർ, ഓർ പലപ്പോഴും നിങ്ങൾ എഴുതായിരിക്കും ഉണ്ടാകുക. സോ ഇറ്റ് ടേക്സ് ടൈം, സോ ഇറ്റ് ഈസ് ഡിലേഡ്. ടെലിവിഷൻ, എവറി ഡേ യു വാച്ച് ടെലിവിഷൻ. ടെലിവിഷനിൽ പലതും നമ്മൾ കാണുന്നുണ്ട്. ഡു യു ഗിവ് ദ ഫീഡ്ബാക്ക്? നോ, യു ഡോണ്ട്. ഫീഡ്ബാക്ക് ഇസ് often delayed or delayed. കേട്ടില്ല? മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഇംപേഴ്സണൽ മെസ്സേജസ് എന്നാണ്. ഒന്നാലോചിച്ച് നോക്ക്, ടെലിവിഷൻ ആയാലും ശരി, ന്യൂസ് പേപ്പർ ആയാലും ശരി, മാഗസിൻസ് ആയാലും പേഴ്സണൽ മെസ്സേജസ് വളരെ കുറവല്ല. റേഡിയോ ആയാലും ശരി, വളരെ മിനിമൽ ലെവലിലാണ് പേഴ്സണൽ മെസ്സേജ് വരുന്നത്. അത് കൂടുതൽ ഇംപേഴ്സണൽ ആണ്. പിന്നെ കുറച്ചുകൂടി ഇതിന്റെ ഒരു പോപ്പുലാരിറ്റിയിൽ അതിന്റെ മാറ്റം വന്നുകൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ റേഡിയോ ആയാലും ടെലിവിഷൻ ആയാലും ശരി, കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസ് കുറേശ്ശെ പ്രൊമോട്ട് ചെയ്ത് വന്നു. അങ്ങനെ കുറേശ്ശെ പേഴ്സണൽ മെസ്സേജുകളും വരാൻ തുടങ്ങി. പക്ഷെ by and large it is impersonal. Mass media ഒരു പ്രത്യേകതയാണ്. So this is what makes mass communication or mass media different from other forms of communication. ഞാൻ കുറച്ച് നീട്ടി പറഞ്ഞിട്ടുണ്ട് mass communication. I hope you understand that. Actually, is it okay? Is it clear? Yes, clear ആണ്. Okay. Now let's look at the functions of mass communication. Functions നോക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പരമപ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ആണ് സർവൈലൻസ്. സർവൈലൻസ് മീൻസ് മോണിറ്ററിംഗ്, കീപ്പിംഗ് എ വിജിൽ ഓഫ് ദ സൊസൈറ്റി, സർവൈലൻസ് ഓഫ് ദ സൊസൈറ്റി. സർവൈലൻസ് ക്യാമറാസ് നമ്മൾ കേട്ടിട്ട്, CCTVക്ക് നമ്മൾ CCTV ക്യാമറക്ക് പറയുന്ന പേരാണ് സർവൈലൻസ് ക്യാമറാസ് എന്നാണ് അതിന്റെ ശരിയായ പേര്. നമ്മൾ അതിന് എന്താ പറയാ, CCTV വെച്ചിട്ടുണ്ട്, CCTV ക്യാമറ എന്നാണ് നമ്മൾ പറയാറ്. സോ ഇറ്റ് ഈസ് കോൾഡ് സർവൈലൻസ് ക്യാമറ. സർവൈലൻസ് മീൻസ് കീപ് എ ടാബ്, കീപ് മോണിറ്റർ ചെയ്യുന്ന വാച്ച് ചെയ്യുന്ന ക്യാമറ, അതിനാണ്. സോ ഈ ഒരു ഫംഗ്ഷൻ ഇതിന്റെ ഭാഗമായിട്ടാണ് മാസ് മീഡിയ ഇൻഫോം പീപ്പിൾ, ജനങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിനെ, സൊസൈറ്റിയെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും. ഇഫ് ദർ ഇസ് ബന്ദ് ടുമോറോ, ഓർ ഇഫ് when schools are going to open on the 14th, from 14th schools will be functioning from 14th. So the mass media inform the people. മനസ്സിലായില്ലേ? So this is part of the surveillance function. Just one second, a minute. Just take the call. ബോബൻ, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ ക്ലാസ്സിലാണ് ബോബൻ. കേട്ടോ, താങ്ക് യു, ബൈ. So that is called surveillance function. That means surveillance in a function the ഭാഗമായിട്ടാണ് ഇൻഫോം ചെയ്യുന്നത്, informing the public. കേട്ടോ. The second one is interpretation. Mass media interpret things for you. ഇപ്പൊ ഇന്നലെ ഞങ്ങൾക്കായിട്ട് 2 ദിവസം മുമ്പ് the budget വന്നു. It is the mass media. How did you learn about the budget? It is the mass media that interpreted the budget for you. നിങ്ങൾക്ക് ബജറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതിന് ഇന്റർപ്രറ്റ് ചെയ്തത് മാസ് മീഡിയ. അതേമാതിരി വാട്ട് എവർ ഇസ് ഹാപ്പനിങ്, ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദി വേൾഡ്, അതിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത്
the issue of silver line is going on. It is the mass media that interprets it for you through people's opinions, through people's പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ മാസ് മീഡിയ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്തു. Then transmission of values, അതൊന്നും അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന്റെ വാല്യൂസ്, we have a value system. Each society has its own value system. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിക്കുള്ള വാല്യൂ സിസ്റ്റം അല്ല വേറെ വെസ്റ്റേൺ സൊസൈറ്റിക്ക് ഉണ്ടാകും. അവർക്ക് they have a different set of values. അപ്പം ആ ഓരോ സമൂഹത്തിനുള്ള വാല്യൂ സിസ്റ്റം അത് ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മാസ് മീഡിയ നമ്മൾ അറിയാതെ ചെയ്യും. അതുകൊണ്ടാണ് ചില ഇപ്പം ഫോർ എക്സാമ്പിൾ സിനിമയാണ് വന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ ചില ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ, ചില ഫോട്ടോസ് വന്നു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ബി അപ്സെറ്റ് ബിക്കോസ് അവരുടെ വാല്യൂ സിസ്റ്റത്തിനാണ് ഹനിക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സംഭവം. ഫോർ എക്സാമ്പിൾ മലയാള മനോരമ, ദ മോസ്റ്റ് പോപ്പുലർ ന്യൂസ് പേപ്പർ ഇൻ മലയാളം, ഇറ്റ് ക്യാരീസ് എ ന്യൂഡ് പിക്ചർ ഓഫ് എ വുമൺ ഓൺ ദ ഫ്രണ്ട് പേജ്. People will be upset definitely because അവരുടെ വാല്യൂ സിസ്റ്റത്തിന് അത് വിരുദ്ധമാണ്. അതേമാതിരി മറ്റെന്തെങ്കിലും നമ്മുടെ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ബി അപ്സെറ്റ്. അത് അവരുടെ വാല്യൂ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും. സോ ട്രാൻസ്മിഷൻ ഓഫ് വാല്യൂസ് ഇസ്, അത് മാസ് മീഡിയ നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു സംഗതിയാണ്. സോ ആ ഒരു വാല്യൂ ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. Then the fourth one is entertainment. You don't need any explanation for that. Entertainment, mass media entertain you. Then agenda setting. Fifth one is agenda setting, which is a very important function of mass communication or mass media. നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മാസ് മീഡിയ ഡു നോട്ട് ടെൽ യു, അല്ലെങ്കിൽ മാസ് മീഡിയ ഡസ് നോട്ട് ടെൽ യു വാട്ട് ടു തിങ്ക്. എന്ത് നിങ്ങൾ ചിന്തിക്കണമെന്ന് മാസ് മീഡിയ പറയുന്നില്ല. പക്ഷെ മാസ് മീഡിയ ടെൽസ് യു വാട്ട് ടു തിങ്ക് അബൌട്ട്, എന്തിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ ചിന്തിക്കണം എന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ മാസ് മീഡിയ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അജണ്ട പലപ്പോഴും സെറ്റ് ചെയ്യുന്നത് മാസ് മീഡിയ ആയിരിക്കും. നിങ്ങളടുത്ത് നോക്ക്, ഓരോ പല സമയങ്ങളിലും നമ്മുടെ അജണ്ട, നമ്മുടെ സോഷ്യൽ അജണ്ട, ഇപ്പോഴത്തെ നമ്മുടെ അജണ്ട ഓരോ സമയത്ത് ഓരോ വിഷയങ്ങളാണല്ലോ നമുക്ക് വരാറ്. ആ അജണ്ട സെറ്റിംഗ് നടത്തുന്ന മാസ് മീഡിയ ആയിരിക്കും പലപ്പോഴും. സോ ദീസ് ആർ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. They are communicating with animals, so it's called extrapersonal communication. Communication with animals is called extrapersonal communication. And now the communicating with unseen is called transpersonal communication, maybe with the dead, with the spirit, with God, with the unseen. It is called transpersonal communication. Transpersonal communication. With communication with the spirits and God. ഇതിനൊക്കെ പൊതുവെ ട്രാൻസ്മിഷൻ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതൊന്നും നമ്മളൊന്നും ആരും ചെയ്യുന്ന സാധനമല്ലല്ലോ. അതെ, മനോജ് ഞാനൊരു ക്ലാസ്സിലാണ്, തിരിച്ചു വിളിക്കാം കേട്ടോ. താങ്ക് യു. Now, languages of communication. You can have sign language. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, sign language. Now you have para language. You have body language. Sign language എന്ന് പറഞ്ഞാൽ വിഷ്വൽ ആൻഡ് ഓഡിയോ സയൻസ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അതൊക്കെ സൈൻ ലാംഗ്വേജിന്റെ ഭാഗത്ത് തന്നെ വരും. വിഷ്വൽ സയൻസ്, ഇപ്പൊ കൈകൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സൈൻ ലാംഗ്വേജസ്, അതിലൊക്കെ എല്ലാം അതിനകത്ത് വരാം. ഭാഷയും വരാം, നോൺ ഭാഷ എല്ലാത്തും വരാം. പാരാ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, say for example, if I say shh, nakki kazhal, you understand what it means. I'm telling you to be silent, to be quiet. It is called shushing. Shush ennaanu parayum, shush, shush nu parayna oravade mindadirikkunnaynanu shushing nu parayum. Shashi alla to, shush. So if I do this shh, it is para language. അതുപോലെ സിമിലർലി നമ്മുടെ ഇന്റോണേഷനിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് മീനിങ്ങിൽ മാറ്റം വരുത്താം. അപ്പം പറയുന്ന വാക്കുകൾ തന്നെ വ്യത്യസ്ത രൂപത്തിൽ കനം കൂട്ടിയിട്ടും കനം കുറച്ചിട്ടും ശബ്ദം കൂട്ടിയിട്ടും ശബ്ദം കുറച്ചിട്ടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അഫക്ട് ദ ലാംഗ്വേജ്. യു ക്യാൻ ബ്രിങ് ഇൻ ഡിഫറെന്റ് മീനിങ് ഓൾസോ, വിച്ച് ഇസ് കോൾഡ് പാരാ ലാംഗ്വേജ്. ഇതിനാണ് പാരാ ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ്, യു നോ വാട്ട് ഈസ് ബോഡി ലാംഗ്വേജ്. നമ്മുടെ ഞാനത് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ ബോഡി ലാംഗ്വേജ് എന്നുള്ളത്. സോ നൗ വി ആർ മൂവിങ് ടു ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ഞാൻ വിടുന്നുണ്ട്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ.
Barriers to communication. Communication പല തരത്തിലുള്ള ബാരിയേഴ്സ് വരാം. Anything that affects communication is a barrier to communication. There can be many barriers to communication. There can be physical barriers, there can be linguistic barriers, there can be organizational barrier, there can be cultural barrier. ഇത് ബേസിക് ആയിട്ടുള്ള നാല് ബാരിയേഴ്സ് ആണ്. ഫിസിക്കൽ, ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ, ഓർഗനൈസേഷണൽ. ചിലപ്പോൾ ടെക്നോളജിക്കൽ ബാരിയർ വരാം, ചിലപ്പോൾ കമ്പിളി പുറത്ത് ബാരിയർ ആയിട്ട് വരാം. You know what is കമ്പിളി പുറത്ത്. When I say കമ്പിളി പുറത്ത്, you know what it is. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. Actually, did you understand what is കമ്പിളി പുറത്ത്? You did? Yes, fine. പലതരത്തിലുള്ള ബാരിയർ നമുക്ക് വരാം കമ്മ്യൂണിക്കേഷനിൽ. So it can be physical noise, there can be physical noise in barrier. It can be semantic barrier. Semantic means if you don't understand the meaning. Meaning ഞാൻ പറഞ്ഞതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് വേറെ ഒന്നാണെങ്കിൽ there is a semantic barrier എന്ന് പറയും. Semantic നേരത്തെ പറഞ്ഞു, മീനിങ് ആണ് സെമാന്റിക്സിന്റെ അർത്ഥം. Semantics is study of meaning. അതാണ് സെമാന്റിക്സ് എന്ന് പറയാം. There can be cultural barrier. There can be cultural barrier. Poor listening can be a barrier. Poor listening, premature evaluation. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അവിടെ ഇന്ന് ഇവാലുവേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബാരിയർ എന്നുള്ളത്. ബിക്കോസ് നിങ്ങളൊക്കെ പല സാഹചര്യത്തിലായിരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ചിലർ ശ്രദ്ധിക്കുന്നുണ്ടാവാം, ചിലർ ശ്രദ്ധ പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ബഹളത്തിന്റെ ഇടക്കായിരിക്കും, മറ്റു പലതരത്തിലുള്ള സംഗതികളായിരിക്കും. അതൊക്കെ ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം. അതൊക്കെ കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യാം. Poor listening can be a barrier. Premature evaluation can be a barrier. Lack of trust or confidence can be a barrier. Mechanical barrier വരാം. Emotional attitude can be a barrier. Then gender barrier can be possible. Perceptual barrier, നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് barrier വരാം. Noise, distractions can come. Time pressure can be a barrier. Inattention, attention ഇല്ലായ്മ. Information overload, too much information ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ഒരു ബാരിയർ വരാം. ടു മച്ച് ഇൻഫർമേഷൻ. ഒരേ സ്ലൈഡിന്റെ അകത്ത് ഇപ്പം ഇതുപോലെ ഇപ്പം ഈ ഒരു സ്ലൈഡും പൊതുവെ എന്റെ സ്ലൈഡിൽ അധികം മാറ്റർ ഞാൻ കുത്തി ഇറക്കാറില്ല. പക്ഷെ ഇതിൽ കുറെ മാറ്റർ ഉണ്ട്. ഈ സ്ലൈഡിനകത്ത് കുറെ സാധനങ്ങൾ ഒരു സ്ലൈഡ്, ചില സ്ലൈഡുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ വളരെ ചെറുതാക്കി കുറെ കാര്യങ്ങൾ എഴുതും. സോ ഇറ്റ് ക്യാൻ ബി എ ബാരിയർ. പലപ്പോഴും നമ്മളെ സഹായിക്കില്ല. ദെൻ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ്. സ്പീച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ബാരിയർ ആവാം. ബോറിംഗ് ക്ലാസ് റൂം ലെസൺ can be a barrier. Boring classroom. Personality differences. അതൊക്കെ ബാരിയർ ആവാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബാരിയർ കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കാം. So when communicator is unwilling to say things differently, വ്യത്യസ്ത രീതിയിൽ കമ്മ്യൂണിക്കേറ്റർ കാര്യങ്ങൾ പറയാൻ തയ്യാറായില്ലെങ്കിൽ it can be a barrier. Or when the communicator is biased or lacks self-confidence, it can again pose a barrier. Then environmental factors like inappropriate venue, noise, disturbances from other people, sounds, etc. All this can be a barrier. Then unsuitable time for communication. It can also be a barrier. നമ്മൾ ഒരു മണി വരെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ക്ലാസ് നിർത്താതെ 1:30 കൊണ്ടുപോയി 1:45 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? വലിയ ബാരിയർ ആയിരിക്കും. നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് കണ്ട് പിന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. So it can be a big issue. These are the 7 C's of communication. വലിയ കാര്യമൊന്നുമില്ല. 7 C's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ credibility, context, content, clarity, continuity and consistency, channels, capability. These are called 7 C's of communication. There's nothing much about it. Now, let's look at some more questions. Communication with oneself is known as, it is intrapersonal communication. Intrapersonal communication D. Which communication has an emotional appeal? Interpersonal communication. Interpersonal communication has an emotional appeal. Positive classroom communication leads to persuasion. Both one. Persuasion. Expressive communication is driven by
encoders, personality, characteristics. Then effective communication presupposes understanding. Understanding ആണ് effective communication ഏറ്റവും വലിയ പ്രത്യേകത. The typical feature of information-rich classroom lecture is in the nature of being factual. Answer is factual. Factual ആയി ഇരിക്കണം classroom lessons. ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഓരോ വർഷങ്ങളിൽ ചോദിച്ചതാണ്. അല്ലാതെ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഞാൻ അധികം എടുത്തിരിക്കുന്നത് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട്. പല വർഷങ്ങളും പലതാ ചോദിക്കുന്നത്. Which of the following skills has the largest share in communication time in schools and colleges? Listening ആണ്. Answer is listening. Which one of the following can be termed as verbal communication? Answer is Sharma. Correct. First one. Professor Sharma delivered the lecture in the classroom. That's verbal communication. ബാക്കിയൊക്കെ non-verbal communication. Signal at the crossroad changed from green to red, non-verbal. The child was crying to get the attention of the mother. It is also non-verbal. Minister flagged off the new train at Calicut railway station. Flagging off, that process is called, it's non-verbal communication. ശരിയല്ലേ? അപ്പോൾ ലെക്ചറിംഗ് നടത്തിയത് മാത്രമാണ് ഇവിടെ verbal communication ആയിട്ടുള്ളത്. കേട്ടോ? Then mass communication is meant for delivering messages to the residents of a city. Does not mean technology-based media is an impersonal tool for delivering information to us. Number 3 is the answer. It's an impersonal. Third one, right. Third one is right. Mass communication is an impersonal tool for differentiation between acceptance and non-acceptance of certain stimuli in classroom communication is the basis of selective attention. Answer. Selective attention. Good talk. Now, here is one question which I want you to answer. What are the 3 types of communication? You must answer this question. Third one, no. തെറ്റിക്കരുത് കേട്ടോ. ഏതാണ് പറഞ്ഞേട്ടെ? തേർഡ്, ഫസ്റ്റ്, ഫോർത്ത്, വേറെ ആരെങ്കിലും ഇപ്പൊ 2 സെക്കൻഡ് വന്നതിന് ആളില്ലാത്ത തോന്നുന്നു അല്ലേ? നമുക്ക് നോക്കാം അതിൻ്റെത്. ഫസ്റ്റ് വൺ നോക്കാം. റിട്ടൺ, ഓറൽ, വെർബൽ. വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ്, ഓറൽ ആൻഡ് റിട്ടൺ ആണ്. സെയിം ആണല്ലോ അതില്, അത് തെറ്റാണ്. ഓറൽ, വെർബൽ, അതില് വെർബൽ എന്ന് പറയുന്നതോട് കൂടെ ഓറൽ അതിനകത്ത് വരുന്നുണ്ട്, അത് തെറ്റാണ്. വെർബൽ, നോൺ വെർബൽ, ജെസ്ചറൽ. വെർബലിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ വെർബൽ. ജെസ്ചറൽ എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ എന്നാണ്. ജെസ്ചറൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ വെർബൽ തന്നെയാണ്, തെറ്റാണ്. 4ാമത്തെ നോക്കാം. റിട്ടൺ, ഓറൽ. ഓറൽ മീൻസ് സ്പോക്കൺ. സ്പോക്കൺ, ജെസ്ചറൽ, നോൺ വെർബൽ. So 4th one is the right answer for this. Answering this was a very intelligent question that appeared a few years ago. കുറച്ച് വർഷം മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണിത്. I like this question. വളരെ നിങ്ങളെപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ സൂക്ഷിക്കണം, വിജിലന്റ് ആയിരിക്കണം കേട്ടോ. So be very careful. Persistence is your real strength. Don't forget that. Persistence. ഏറ്റവും നല്ല മനുഷ്യന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ്. അത് മറന്നു പോകണം. ഓക്കെ, so I'm going for the next slide. കാണുന്നുണ്ടല്ലോ അല്ലേ? വിസിബിൾ. Alright. Fourth estate. Fourth estate എന്ന് നമ്മൾ പറയും. It is for the media or the press. പറയുന്ന പേരാണ് fourth estate. It is considered to be the
ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ 4ാം തൂണായിട്ടാണ് നമ്മൾ മീഡിയനെ കാണുന്നത് സാധാരണ. ആദ്യത്തെ 3 പില്ലർ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ലെജിസ്ലേച്ചർ, സെക്കൻഡ് വൺ ഇസ് എന്താണ് ജുഡീഷ്യറി, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് എക്സിക്യൂട്ടീവ്. And the third one is executive, and the fourth one is considered to be the media. 3 ones are official. ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. Fourth one is not official. മീഡിയ ഒരു ഒഫീഷ്യൽ പില്ലറായിട്ട് കണക്കാക്കുന്നില്ല, പക്ഷെ അൺഒഫീഷ്യലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Now we are moving on to the Press Council of India. Press Council of India is the supreme body governing the conduct of print and broadcast media in the country. PCI, അല്ലെങ്കിൽ Press Council of India. It is a statutory quasi-judicial body acting as watchdog of the press. പ്രസിന്റെ ഒരു കാവൽ വാച്ച്ഡോഗ് ആയിട്ട് അല്ലെങ്കിൽ മീഡിയയുടെ വാച്ച്ഡോഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡിയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. പക്ഷെ അതിന് പവറൊക്കെ കണക്ക് തന്നെയാണ്, ഉണ്ടല്ലാത്ത തോക്കാണെന്ന് നമ്മൾ പറയാറ്. ആളുകളെ ഇപ്പം എന്തെങ്കിലും ഒരു മീഡിയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിനെതിരെ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിനെതിരെ നിങ്ങൾക്ക് പരാതി അയക്കാവുന്ന പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി കൊടുക്കാം. ഇനിയിപ്പം പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം ചെയ്യാവുന്നത് ഈ എഡിറ്ററെ അല്ലെങ്കിൽ മുതലാളിയെ വിളിച്ചു വരുത്തി 2 ചീത്ത പറയും, അത്രേ പറ്റുള്ളൂ. അതിനപ്പുറത്തോട്ട് പിടിച്ച് ജയിലിലിടാനെന്നുള്ള അധികാരം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഇല്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഉണ്ടയില്ലാത്ത തോക്കാണെന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 1966. 1966 നവംബർ 16 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നവംബർ 16 എല്ലാ വർഷവും നമ്മൾ നാഷണൽ പ്രസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ നാഷണൽ പ്രസ് ഡേ ആയിട്ട് നവംബർ 16 ആചരിക്കുന്നുണ്ട്. കാരണം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സെറ്റിംഗ് അപ്പിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഫസ്റ്റ് ചെയർമാൻ JR മത്തുൽക്കർ ആണ്. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായിരിക്കും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് ചന്ദ്രമൗലി കുമാർ പ്രസാദ് ആണ്. CK പ്രസാദ് എന്ന് പറയും. അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. അതിന് മുമ്പ് ഒരു ആശാൻ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് മാർക്കണ്ഡേയ കാച്ചു. അദ്ദേഹം വളരെ പോപ്പുലർ ആയിരുന്നു. എല്ലായിടത്തും പോയി ഓരോ വെടിയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ വളരെ പോപ്പുലർ ആയിരിക്കുന്ന കക്ഷിയായിരുന്നു. പ്രസാർ ഭാരതി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ പേര് പ്രസാർ ഭാരതി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ കീഴിൽ വരുന്നത് യു ഹാവ് ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് ദൂരദർശൻ. 2 എണ്ണമാണ് അതിനകത്തുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് ദൂരദർശൻ വേർ directly under the Ministry of Information and Broadcasting. യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് ദൂരദർശൻ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഗവൺമെന്റ് കൺട്രോളിലാണ്. അതിന് ഓട്ടോണമി വേണം എന്നുള്ള ആവശ്യം വന്നു. അങ്ങനെ ഓട്ടോണമി വേണം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രസാർ ഭാരതി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എൻ ഓട്ടോണമസ് ബോഡി. ഇതിനു വേണ്ടിയാണ് റേഡിയോ ആൻഡ് ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് ദൂരദർശൻ രണ്ടിനെയും കേറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ അതിന്റെ ചെയർമാൻ നിഖിൽ ചക്രവർത്തിയായിരുന്നു. അന്നൊക്കെ വളരെ പ്രസിദ്ധരായ ജേർണലിസ്റ്റ് ആയിരുന്നു ചെയർമാനുമായിട്ട് ഉണ്ടായിരുന്നത്. അവർ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനൊക്കെ അവർക്ക് പറ്റുമായിരുന്നു. അങ്ങനെ നിഖിൽ ചക്രവർത്തി വാസ് വെരി പോപ്പുലർ ജേർണലിസ്റ്റ് ആയിരുന്നു. ഇപ്പോ ഒക്കെ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ പ്രസാർ ഭാരതി ചെയർമാൻ, അവസാന ചെയർമാൻ സൂര്യപ്രകാശ്, നോൺ പേഴ്സൺ. എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്കലായിട്ട് മാറിക്കഴിഞ്ഞു. ആരാണ് ഭരിക്കുന്നത് അവർക്ക് സൗകര്യമുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആകാശവാണി ഒഫീഷ്യൽ നെയിം, ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒഫീഷ്യൽ നെയിമാണ് ആകാശവാണി എന്നുള്ളത്. ഇറ്റ്സ് എ ഡിവിഷൻ ഓഫ് പ്രസാർ ഭാരതി. പ്രസാർ ഭാരതിയുടെ ഒരു ഡിവിഷനാണ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1936. ആകാശവാണി നിലവിൽ വരുന്നത് 36-ലാണ്. 36 മുമ്പ് ഇവിടെ റേഡിയോ ഉണ്ട്. 1923 ആദ്യമായിട്ട് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ. ദാറ്റ് മീൻസ് റേഡിയോ തുടങ്ങിയിട്ട് ഒരു സെഞ്ചുറി ആവാൻ പോവുകയാണ് ഇന്ത്യയിൽ അടുത്ത വർഷം. 1923 ഫസ്റ്റ് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1927 അത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ് വന്നു. പ്രൈവറ്റ് ആയിട്ടായിരുന്നു റേഡിയോ ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ 1930 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് വന്നു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്. അതോടെ പിന്നീട് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ആണ് 36 അത് ആകാശവാണിയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറുന്നത് 36. MB ഗോപാലസ്വാമി
ആണ് ആകാശവാണി എന്നുള്ള വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത്. രണ്ട് അഭിപ്രായം ഉണ്ട് അതിൽ. ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് ഇറ്റ് വാസ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആകാശവാണി എന്നുള്ള വാക്ക് പറഞ്ഞ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദിസ് ഇസ് മോർ, ഇതിനാണ് കൂടുതൽ സ്വീകാര്യത ഉള്ളത്. M.V. Gopalaswamy, he was an engineer with he was a communication engineer with All India Radio. He suggested Akashvani. Akashvani means celestial announcement. അല്ലെങ്കിൽ അശരീരി എന്നൊക്കെ പറയും. നല്ല വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1977 FM ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു മദ്രാസിൽ നിന്ന്. Now we are coming to Doordarshan. This is the ദൂരദർശന്റെ പ്രസിദ്ധമായ എംബ്ലമാണ്. Doordarshan was launched in 1959 on September 15th in New Delhi. ന്യൂ ഡൽഹിയിലാണ് ദൂരദർശൻ തുടങ്ങുന്നത്. ഇപ്പൊ നമുക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. എന്താണ് നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ നമ്മളെ കൈ വിരൽ തുമ്പിൽ കിട്ടുന്നു. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു വലിയ സംഭവമായിരുന്നു. നിങ്ങൾക്ക് അറിയില്ല, കുറച്ചു മുമ്പ് ഇതിൽ പെട്ടെന്ന് അധ്യാപകർക്ക് പലർക്കും അറിയേണ്ടതാണ്. അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് റേഡിയോക്ക് യു നീഡ് ടു ഹാവ് എ ലൈസൻസ് ടു ഹാവ് എ റേഡിയോ. ഏതുപോലെ ഒരു തോക്ക് വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. വലിയ അപകടം പിടിച്ച സാധനം. അതേപോലെയാണ് റേഡിയോ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് എ ലൈസൻസ്. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയാണ് പോയിട്ട് ഇപ്പോൾ റേഡിയോ പോയിട്ട് 100 റേഡിയോ ഓരോരുത്തരുടെ വീട്ടിൽ കളിക്കുക അമ്മാനമാടെയാണ് നമ്മൾ. അത്രമാത്രം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇതിലധികം നമ്മള് അന്നത്തെ കാലത്ത് കൾച്ചറൽ ഇൻവേഷനെ കുറിച്ച് ഭയങ്കര പേടിയുണ്ടായിരുന്നു. മാസ് മീഡിയ ഭയങ്കര ഭയപ്പെട്ടിരുന്നു. മാസ് മീഡിയക്ക് പവർ വളരെ കൂടുതലായിരുന്നു. മാസ് മീഡിയ ആളുകൾ ഭയന്നിരുന്നു. കാരണം മാസ് മീഡിയയിലൂടെ കൾച്ചറൽ ഇൻവേഷൻ നടക്കും എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1957 നമ്മളെ വിവിധ് ഭാരതി എന്ന് പറഞ്ഞ സാധനം തുടങ്ങുന്നത്. റേഡിയോ സിലോൺ ഉണ്ടല്ലോ, റേഡിയോ സിലോൺ, ശ്രീലങ്കൻ റേഡിയോ. അന്ന് സിലോൺ റേഡിയോ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അതിന് ധാരാളം മ്യൂസിക്കും ഹിന്ദി മ്യൂസിക്കും ഹിന്ദിയൻ മലയാളം അടക്കമുള്ള മ്യൂസിക് വരുമായിരുന്നു അതിൽ. അപ്പൊ ആളുകള് ഇന്ത്യയിലുള്ള ധാരാളം ആളുകൾ അതിനെ ലിസൺ ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ പേടിച്ചു, അതൊരു ശ്രീലങ്കൻ കൾച്ചറൽ ഇൻവേഷൻ ഇവിടെ വരും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിനെ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആണ് എന്തായാലും പേര് ആകാശവാണി അല്ലല്ലോ, വാട്ട് ഇസ് കോൾഡ്, വിവിധ് ഭാരതി എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ റേഡിയോയിൽ തുടങ്ങുന്നത് 1957 തോന്നുന്നു. അല്ല, ഐ എം സോറി, വർഷമായി forgot. Maybe there was a question about that. അതിൽ നോക്കാം, ആ സമയത്ത് വരും. I forgot that year. ഡെയിലി I think 57 തന്നെയാണ് വിവിധ് ഭാരതി തുടങ്ങുന്നത്. ഡെയിലി ടെലിവിഷൻ ഡെയിലി ട്രാൻസ്മിഷൻ തുടങ്ങുന്നത് 65 TV was part of All India Radio till 1976. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോന്റെ ഭാഗമായിട്ടായിരുന്നു ടെലിവിഷൻ വന്നിരുന്നത് 76 വരെ. 76 ശേഷമാണ് ദൂരദർശൻ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറുന്നത്. നാഷണൽ പ്രോഗ്രാം 82 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. 82 കളർ TV ഇവിടെ വന്നു. 82 ശേഷമാണ് കേരളത്തിലൂടെയൊക്കെ ടെലിവിഷൻ പോപ്പുലറായി വന്നിരിക്കുന്നത്. അന്ന് നമ്മളൊരു ആന്റിന വെച്ചിട്ടാണ്, സെപ്പറേറ്റ് ആന്റിന വേണമായിരുന്നു. ആന്റിന വെച്ചിട്ടാണ് സിഗ്നൽ പിടിക്കാറ്. അങ്ങനെ ആന്റിനുള്ള TV വീടുകളെന്ന് പറഞ്ഞാൽ വളരെ റയറായിരിക്കും അന്നത്തെ കാലത്ത്. ഇന്നത്തെ ഒരു മെർസിഡസ് ബെൻസ് വീട്ടിൽ മുറ്റത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഒരു നിലവാരമുണ്ടല്ലോ വീടിന്. അങ്ങനെയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതേപോലുള്ള അവസ്ഥയാണ് അന്ന് കാലത്ത്. ആന്റിന ഒരു വീട്ടിന്റെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാശുകാരന്റെ വീട്ടിൽ മാത്രമേ തുടക്കത്തിലൊക്കെ അത് ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരുടെയും വീട്ടിലായി. സോ ദാറ്റ്സ് ദ അഡ്വന്റ് ഓഫ് ടെലിവിഷൻ. ഏർലി TV സോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ സീരിയൽസിനാണ് സോപ്സ് എന്ന് പറയാം. ടെലിവിഷൻ സോപ്സ് എന്ന് പറഞ്ഞാൽ സീരിയൽസ്. ആദ്യത്തെ just one second. മാം, ഞാനൊരു ക്ലാസ്സിലാണ്. I'll call you back. Thank you. ആദ്യത്തെ ടെലിവിഷൻ സോപ്പ് എന്ന് പറഞ്ഞാൽ ഹംലോഗ് ആണ് ഫസ്റ്റിലുള്ളത്. 1984 ഹംലോഗ് വന്നിരിക്കുന്നത്. ദെൻ കെയിം ബുനിയാദ് in 1986. ദെൻ രാമായണ, മഹാഭാരതം ഒക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള TV സീരിയൽ ആയിരുന്നു ആ സമയങ്ങളിൽ. രാമായണത്തിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. രാമായണ സമയത്ത് ആളുകളെ ഭക്തിയോട് കൂടിയായിരുന്നു ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നിരുന്നത്. ടെലിവിഷനെ നല്ല അങ്ങനെ കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് ടെലിവിഷൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്
അതിലവർക്ക് ടെലിവിഷനെ പൂജ ഒക്കെ നടത്തിയിട്ടാണ് രാമായണം കണ്ടിരുന്നത്. അത്രയും ഭയഭക്തിയോടുകൂടെ ഒക്കെ ആയിരുന്നു അന്ന് വാച്ച് ചെയ്തിരുന്നത്. ആളുകളുടെ അന്നത്തെ മനോനിലവാരമാണല്ലോ കാണുന്നത്. ഇന്നും ഭക്തി കൂടിയിട്ടല്ലോ. വളരെ അത്രമാത്രം പോപ്പുലർ ആയിരുന്നു. അതേപോലെ തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ, ഇപ്പൊ നിതീഷ് ഭരദ്വാജ് ആയാലും ശരി, ഇത്തരം ആളുകൾക്കൊക്കെ അന്ന് ഭയങ്കര ഒരു ഭക്തിയുടെ ഇത് ചാർത്തി കൊടുത്തിരുന്നു. Then Tsarina of Indian soaps. She is known as the Tsarina of Indian soaps. Ekta Kapoor. ഇവരാണ് സീരിയൽസിന്റെ നമ്മുടെ രാജ്ഞി എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നതിലുള്ള സീരിയൽ പ്രൊഡക്ഷനിൽ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ ടെലിവിഷൻ സീരിയലിന്റെ ഒക്കെ ഉപജ്ഞാതാവ് ഇവരാണ്. And she had a K syndrome എന്ന് പറയുമായിരുന്നു ഇവർക്ക്. എക്ത കപൂറിന് ഒരു K എന്നുള്ള ലെറ്ററിനോട് ഒരു ഇഷ്ടം കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ സീരിയലിലൊക്കെ K വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. കബി ഖുഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പേരുകളുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ. Kനോടൊരു വല്ലാത്തൊരു ആവേശം ഉണ്ടായിരുന്നു. അതിനാണ് K syndrome എന്ന് പറയുക. Gyan Darshan 3 or Ekalavya എന്ന് പറഞ്ഞ ചാനൽ, ഇറ്റ്സ് എ ചാനൽ എക്സ്ക്ലൂസീവ്ലി ഫോർ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഇൻ ദ കൺട്രി. അന്ന് ഉണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു. അന്ന് പറഞ്ഞാൽ വളരെ നോട്ട് ലോങ് എഗോ. DTH എന്ന് പറഞ്ഞാൽ ഡയറക്ട് ടു ഹോം ആണ്. DTH മീൻസ് ഡയറക്ട് ടു ഹോം. DTH വന്നിരിക്കുന്നത് 2005 ഇവിടെ DTH സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇറ്റ് ബിക്കേം സോ പോപ്പുലർ. 15-17 കൊല്ലമായിട്ടുള്ളൂ DTH വന്നിട്ട്. അതിന് മുമ്പ് ടെക്നോളജി വാസ് ദേ, പക്ഷേ കേബിൾ ഓപ്പറേറ്റേഴ്സ് അതിനെ ഒരുപാട് റെസിസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് അതിന്റെ പെർമിഷൻ കൊടുക്കാൻ വൈകിയത്. ഫസ്റ്റ് വാസ് ഡിഷ് TV ആയിരുന്നു ആദ്യം വന്നത്, പിന്നെ ബാക്കിയുള്ള പലരും വന്നു. Now let's look at ഹിന്ദുവിലായിരുന്നു ആദ്യത്തെ റീഡേഴ്സ് എഡിറ്റർ വന്നത്. Which of the following is true about Prasar Bharati? It's a television channel, it's a radio station, it's a newspaper, it's an autonomous broadcasting corporation. It is an autonomous broadcasting corporation. Yes. Number 4 is the answer. What is an STB in DTH communication? STB എന്ന് പറഞ്ഞാൽ സെറ്റ് ടോപ്പ് ബോക്സ് ആണ് കേട്ടോ. സെറ്റ് ടോപ്പ് ബോക്സ് ആണ് STB എന്ന് പറയുന്നത്. Which is the oldest existing newspaper in Asia? ഏഷ്യയിലുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ന്യൂസ് പേപ്പർ ഏതാണ്? Answer is Bombay Samachar. This is the paper, Bombay Samachar, അല്ലെങ്കിൽ the Mumbai Samachar. Mumbai Samachar. It's a Gujarati newspaper published from Mumbai. It started in 1822. Actually, this year it is the 200th year. 200ാമത്തെ വർഷമാണ് ആ ന്യൂസ് പേപ്പറിന്റെ. അതിന് മുമ്പ് ന്യൂസ് പേപ്പർ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. ദ ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് ന്യൂസ് പേപ്പർ, ഏഷ്യയിൽ തന്നെയുള്ള ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് ന്യൂസ് പേപ്പർ ഇപ്പൊ ബോംബെന്ന് പബ്ലിഷ് ചെയ്യുന്ന ഗുജറാത്ത് സമാചാറാണ്. 200 വർഷമായി ഈ വർഷം. Teaching on TV is superior to classroom instruction because very large classes are made possible and thus it is economically advantageous. Experts for teaching difficult topics can be arranged. Teaching can be filmed for reuse. All of the above. Actually, the answer is all of the above. ടെലിവിഷനിലൂടെ പഠിപ്പിക്കുന്നതിൽ ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ബിഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് യു കോൺ ഇന്ററാക്ട് വിത്ത് ഓഡിയൻസ്. ഓഡിയൻസ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ദാറ്റ് ഇസ് വൺ ബിഗ് ഡിസഡ്വാൻറ്റേജ്. ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും the oldest existing English daily in India is the Times of India. Answer is the Times of India is the oldest existing daily, English daily in India. Which of the following is matched with Press Trust of India? Press Trust of India. It is a newspaper, it's a trust for the poor, it's a news agency, none of the above. Okay. Number three is the answer. It is a news agency. PTI, Press Trust of India, is a news agency. Bengal Gazette, the first newspaper in India, was started in 1780 by Augustus Hickey. Hickey, correct answer. James Augustus Hickey.
It is also called Hickey's Gazette, 1780. അധികം വ്യത്യാസമൊന്നുമില്ല. 1780 ഇത് തുടങ്ങി. ആദ്യത്തെ ന്യൂസ് പേപ്പർ തുടങ്ങുന്നത് 1780 പിന്നെ 1822 നമ്മുടെ മുംബൈ സമാചാർ വരുന്നത്. അപ്പൊ 42 കൊല്ലത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. And that is still existing. ഇതൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. ഹിക്കീസ് ഗസറ്റ് ഒക്കെ എന്നോ പൂട്ടിപ്പോയി. പക്ഷേ that paper is still there. In a classroom, a communicator's trust level is determined by eye contact. കേട്ടോ, ഐ കോണ്ടാക്ട് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേറ്ററുടെ ട്രസ്റ്റ് ലെവല് തീരുമാനിക്കുന്ന കാര്യം. നാഷണൽ പ്രസ് ഡേ സെലിബ്രേറ്റഡ് ഓൺ November 16. Right answer, correct answer. November 16. National Press Day commemorates the setting up of the Press Council of India. Press Council of India. The term yellow journalism refers to B answer. B. Sensationalism and exaggeration to attract readers and viewers is called yellow journalism. Press censorship in India was imposed during the tenure of the Prime Minister. Which Prime Minister? Indira Gandhi. Press censorship വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ടൈമിലായിരുന്നു. എമർജൻസി പീരീഡിലായിരുന്നു പ്രസ് സെൻസർഷിപ്പ് വന്നിരിക്കുന്നത്. When was the Press Council of India set up? 1966. Correct answer. 1966 is the answer. All India Radio before 1936 was known as Indian State Broadcasting Service. ISBS. Indian State Broadcasting Service. പിന്നെ 1936 All India Radio എന്നുള്ള പേരിലേക്ക് മാറുന്നത്. The main objective of FM station in radio is എന്തൊക്കെയാണ്? Entertainment, information, interaction. Number 2 is the right answer. അപ്പോൾ FM എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റിനാണ് ഇവിടെ പ്രാമുഖ്യം. മറ്റേ ഇതിനാണെങ്കിലോ നോർമൽ ഈ പ്രസാർ ഭാരതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ to inform ആണ് ഫസ്റ്റ്. To inform, to educate and to entertain. അതാണ് അതിന്റെ ഇത് വരുന്നത്. Video conferencing became popular in the world with the introduction of low cost, high speed internet. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് വീഡിയോ കോൺഫറൻസിംഗ് ആണ്, മനസ്സിലായില്ലേ? സോ ഇറ്റ് ഈസ് ലോ കോസ്റ്റ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വന്നതോടുകൂടെ that became popular. Which are the ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരും. കുറേ ചോയ്സസും കുറെ സാധനം തന്നിട്ട് നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തില്ല. സൂക്ഷിക്കണം നിങ്ങൾ. Which are the following are characteristic features of communication? Communication involves exchange of ideas, facts and opinions. Correct ആണ്. Communication involves both information and understanding. Communication is a continuous process. Communication is a circular process. 1, 2, 3 and 4. Number C is the right answer. Number C is the right answer. നമ്മളിതൊക്കെ പറഞ്ഞതല്ലേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. The mode of communication that involves a single source transmitting information to a large number of receivers simultaneously is called എന്താണ്? Is called mass communication. Mass communication. കേട്ടോ. India launched this service to combat radio Ceylon. ഒരു വർഷം ചോദിച്ച ചോദ്യമാണിത്. In 1957. ഏതാണ്? Vivid Bharati. Correct. Vivid Bharati. Right answer. Which broadcasting system for TV is followed in India? ഇതൊക്കെ കുറെ കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഏതോ ഒരു വർഷം ഏതോ മണ്ടം ചോദിച്ച ചോദ്യമാണ്. ഇതൊന്നും നോർമലി പീപ്പിൾ വോണ്ട് നോ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. ആൻസർ ഇസ് പാലാണ്. കറക്റ്റ്, പാലാണ്. ഇപ്പൊ നമ്മള് ഇവിടെ മൊബൈൽ ടെക്നോളജി ഉണ്ട്. വി യൂസ് ടു ഹാവ് GSM ടെക്നോളജി, CDMA ടെക്നോളജി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള
വ്യത്യസ്ത ടെക്നോളജി മൊബൈൽസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ടെലിവിഷനും വ്യത്യസ്ത തരത്തിലുള്ള ടെക്നോളജി ടെലിവിഷൻ സിഗ്നൽസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴേ കുറെ മാറി. മുമ്പ് NTSC എന്ന് പറഞ്ഞ NTSC CAM NTCS എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കാം. NTSC എന്ന് പറയുന്ന US-ന്റെ സാധനമാണ്, നാഷണൽ ടെലിവിഷൻ സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി. NTSC ചാനൽസ് ഉണ്ടായിരുന്നു. ദെൻ സിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ടെലിവിഷൻ സിഗ്നൽ ഉണ്ടായിരുന്നു, അത് ഫ്രഞ്ചിൻ്റെതാണ്. Then PAL stands for Phase Alternating Line. It's a German technology. It's widely used by Britain and Commonwealth countries. ഇന്ത്യ അടക്കമുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളിലൊക്കെ PAL ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് TV ബ്രോഡ് ഫ്രം US പഴയ കാലത്ത് ഇവിടെ പ്ലേ ആവില്ലായിരുന്നു. വളരെ വളരെ മുമ്പ് ഇവിടെ US എന്നൊക്കെ TV കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി വർക്ക് ചെയ്യില്ല. കാരണം ഈ സിഗ്നൽസിന്റെ പ്രശ്നമായിരുന്നു. അതിന് എന്നിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തണമായിരുന്നു. ഇപ്പൊ അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ എനി TV ഇറ്റ്സ് ലൈക്ക് മൊബൈൽ ഫോൺ പോലെ തന്നെ. Now, classroom communication of a teacher rests on the principle of എന്താണ്? No answer? Ashwati, are you there? അശ്വതി ലെഫ്റ്റായി, അവൾക്ക് സുഖമില്ല, കോവിഡ് ആണ്, അതിനിടയ്ക്കാണ് അവൾ അറ്റൻഡ് ചെയ്യുന്നത്. ഓ, ഇങ്ങനെ സംഭവിച്ചോ? Okay, then somebody answer this. Anybody can? Option B only. Edutainment, right? It is education plus entertainment. Option B is the right answer. At all. Edutainment ആണ് ഇതിന്റെ ശരിയായ ആൻസർ. So classroom communication യഥാർത്ഥത്തിൽ edutainment, a little bit of entertainment plus education. അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ക്ലാസ് റൂം പ്രിൻസിപ്പൽ റെസ്റ്റ് ചെയ്യുന്ന അതിന്റെ ഫൗണ്ടേഷൻ. വെറും ഇൻഫർമേഷൻ ആയിട്ട് ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ വല്ലാതെ നമുക്ക് ചെലവാകില്ല. കുട്ടികളെ ബോറടിപ്പിക്കാതെ ക്ലാസ് റൂമിൽ നിങ്ങൾ a little bit of education is all, I mean എന്റർടൈനിങ് രീതിയിൽ. എന്റർടൈൻ എന്ന് പറഞ്ഞാൽ പാട്ടുപാടി എന്റർടൈൻ ചെയ്യണം എന്നല്ല അതിനർത്ഥം. പക്ഷെ the way you interact with your students, it has to, you should grab their attention. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് edutainmentന്റെ പ്രിൻസിപ്പിൾ ആക്കി വെച്ചിരിക്കുന്നത്. So such words are called portmanteau words. When you club words, രണ്ട് വാക്കുകൾ എടുത്തിട്ട് ഒരു വാക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ധാരാളം വാക്കുകൾ അങ്ങനെ ഭാഷയിൽ വന്നിട്ടുണ്ട്. രണ്ട് വ്യത്യസ്ത ഭാഷകൾ എടുത്തിട്ട് അല്ല വാക്കുകൾ എടുത്തിട്ട് പുതിയ വാക്ക്, രണ്ടിന്റെയും മീനിങ് കൂടി ചേർത്തിട്ട് വരുന്ന സാധനങ്ങൾ. അങ്ങനെ വന്നതാണ് edutainment, എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അതുപോലെ അഡ്വർടൈസ്മെന്റ് പ്ലസ് എഡിറ്റോറിയൽ. അങ്ങനെ തുടങ്ങിയില്ല ധാരാളം. സ്മോക്ക് പ്ലസ് ഫോഗ്, സ്മോക്ക് എന്നുള്ള വാക്ക്. അതുപോലെ ബ്രഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. ഇപ്പൊ ലഞ്ചിന്റെയും ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടക്ക് കഴിക്കുന്ന 11 മണിക്ക് കഴിക്കുന്ന ഒരു ചെറിയ മീലാണെങ്കിൽ യു കൻ കോൾ ഇറ്റ് ബ്രഞ്ച്. മോട്ടേൽ, മോട്ടോർ ഹോട്ടലാണ്. മോട്ടോർ ഹോട്ടൽ, ദാറ്റ് മീൻസ് ഡ്രൈവ് ഇൻ ഹോട്ടൽ. നമുക്ക് അകത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റി ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾക്ക് ഇപ്പം ഈ ഡാബ കൈൻഡ് ഓഫ് തിങ്, ഇറ്റ്സ് കോൾഡ് മോട്ടേൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ധാരാളം plenty of words are there in English language. All these are, even the word pulsar, അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന പലരും പൾസർ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. പൾസർ is also a portmanteau word. It's called blend word. Blend or portmanteau. Portmanteau is a French word ആണ്. portmanteau words എന്നാണ് ഇവർ പറയാറ്. Pulsar means pulsating star ആണ്. Twinkling star, pulsating star is pulsar. So that's how language develop. So now we are moving on to, do you want another break or should we continue? What do you suggest? We have one more hour. It's 12 o'clock now. We have one more hour. ഇനി കുറച്ച് സിനിമ റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോകണം. What do you suggest? Gayatri, what do you think?
ബ്രേക്ക് എടുക്കാം. Okay, so let's take a brief break. It's maximum 5 minutes. Okay, 4 minutes or 5 minutes. Please come back fast. Okay. Okay. Okay, sir. Okay. Thank you.
Welcome back, friends. Am I audible? Yes, audible. Yeah. Shall we continue? Continue. Yes, sir. Yes. The man who made the first Indian feature film, Raja Harishchandra, in 1913, his name is Dada Saheb Phalke. ഇന്ത്യൻ സിനിമയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സൈലന്റ് ഫിലിമിന്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ദാദാ സാഹേബ് ഫാൽക്കെയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ത്യയിലുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് ഇരിക്കുന്നത്, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. അത് കേവലം ഒരു സിനിമക്ക് 2 സിനിമക്ക് മാത്രം കൊടുക്കുന്ന അവാർഡല്ല, അത് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ, ഇന്ത്യൻ സിനിമക്ക് ലൈഫ് ടൈം കോൺട്രിബ്യൂഷനുള്ള അവാർഡാണ്, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡാണ്. മനസ്സിലായത്? It was started in 1969 തുടങ്ങുന്നത്. 1 million ആണ് അതിന്റെ പ്രൈസ്. ഏറ്റവും അവസാനത്തെ വിന്നർ രജനികാന്ത് ആണ്. ഈ അവസാനത്തെ കഴിഞ്ഞ വർഷം കിട്ടിയത് രജനികാന്തിന്. അതിന്റെ തൊട്ട മുമ്പത്തെ വർഷം അമിതാഭ് ബച്ചനാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ തൊട്ട മുമ്പത്തെ വർഷം വിനോദ് ഖന്ന, അദ്ദേഹം മരിച്ചതിന്റെ തൊട്ട് ശേഷമാണ് അദ്ദേഹത്തിന് പോസ്റ്റ്യൂമസ് ആയിട്ടാണ് കൊടുത്തത്. അതിന്റെ മുമ്പത്തെ വർഷം വെങ്കടേഷ് എന്ന് പറഞ്ഞ തെലുഗു പ്രൊഡ്യൂസറായിരുന്നു, ഫിലിം പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹത്തിന്. അതിന് മുമ്പത്തെ വർഷം ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, മനോജ് കുമാർ, സിനിമ ആക്ടറാണ്, ഹിന്ദി ആക്ടറായിരുന്നു. അതുപോലെ അതിന് മുമ്പത്തെ വർഷം ശശി കപൂറിനാണ് 2014 കൊടുത്തത്. ശശി കപൂർ എന്നൊക്കെ അറിയുന്ന പരിചയമുള്ള ആളായിരിക്കും. സാധാരണ നിനക്ക് ക്ലാസ്സിൽ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ എന്തെങ്കിലും അവരുടെ പാട്ടോ ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, അവരുടെ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറിയോ ഒക്കെ പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നോട്ട് ഗോയിങ് ഫോർ ദാറ്റ്. ദിസ് ഇസ് ഗുൽസാർ. 2013 കിട്ടിയത് ഗുൽസാർ ആണ്. ആൻഡ് 2012 പ്രാണാണ് കിട്ടിയിരിക്കുന്നത്. ഇവരെയൊക്കെ പ്രാൺ മരിച്ചുപോയി. അതുപോലെ ശശി കപൂർ മരിച്ചു. മനോജ് കുമാർ ഇസ് സ്റ്റിൽ അലൈവ്. This man died. Vinod Khanna died. First award was Devika Rani ആയിരുന്നു ഫസ്റ്റ് അവാർഡ്. ആൻഡ് 71 നമ്മുടെ ഇപ്പോഴുള്ള രൺബീർ കപൂറിന്റെ ഒക്കെ മുതുമുത്തച്ഛൻ പൃഥ്വിരാജ് കപൂറിനാണ് 71 കിട്ടിയിരിക്കുന്നത്. 1981 this man won. Naushad Ali was a great composer, great musician. ഈ പടത്തിൽ 2 പേരുണ്ട്. ഒന്ന് മുഹമ്മദ് റഫിയാണ്, മറ്റൊന്ന് നൗഷാദാണ്. മുഹമ്മദ് റഫി സാഹിബിന് ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടില്ല. 1984 സത്യജിത് റേ 1984 കിട്ടി. 1987 രാജ് കപൂറിന് കിട്ടി. 1988 അശോക് കുമാറിന് കിട്ടി. അശോക് കുമാർ എന്ന് പറയുന്നത് നമ്മുടെ കിഷോർ കുമാറിന്റെ ബ്രദറാണ്, എൽഡർ ബ്രദർ അശോക് കുമാർ. 1989 ലതാ മങ്കേഷ്കർ got it in 1989. Then 1994 ദിലീപ് കുമാർ won it. 96 ശിവാജി ഗണേശൻ won it. ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കാണിച്ചത് മാത്രം. ഇതൊന്നും പ്രത്യേകിച്ച് ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ എങ്കിൽ പോലും യു ഷുഡ് നോ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവരൊക്കെ എന്താണ് പഴയ വിന്നേഴ്സ് ആണ്. 2000 what's her name? Asha Bhosle. Right. Asha Bhosle. Lata Mangeshkar's younger sister, Asha Bhosle, got it. And 2001, Yash Chopra has won it. And 2002, Devanand won it in 2002. In 2003, Mrinal Sen won it. And 2004, our own Adur Gopalakrishnan. Just remember, only one Malayali though. Dada Saheb Phalke award കിട്ടിയിരിക്കുന്ന ഒരേ ഒരു മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. മനസ്സിലാക്കുക. അതുകൊണ്ട് ന്യൂ ജനറേഷൻ ആളുകൾ അടൂറിനെ ചീത്ത പറയുമ്പോഴും അടൂർ എന്ന് എന്ത് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരേ ഒരു വ്യക്തിയാണ് കേരളത്തിലേക്ക്, ഒരേ ഒരു മലയാളിയാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയിരിക്കുന്നത്. ദാറ്റ് ഇസ് അടൂർ ഗോപാലകൃഷ്ണൻ. ആ ഒരു റെസ്പെക്ട് എന്നും അദ്ദേഹത്തിന് കൊടുത്തിരിക്കണം. 2005 ശ്യാം ബെനഗൽ. കാരണം ഇവരുടെ ലീഗിലാണ് അടൂരൊക്കെ നിൽക്കുന്നത്. ശ്യാം ബെനഗലിന്റെയും ഒക്കെ വലിയ ആ ലീഗിലാണ് അദ്ദേഹം നിൽക്കുന്നത്. 2007 മന്നാടെ
Manada is a great singer. Manada അറിയുമെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹം. മനാട പാടിയ പാട്ടാണ് മാനസ മൈനയെ വരൂ എന്നുള്ള ചെമ്മീനിലുള്ള പാട്ടുണ്ടല്ലോ, അത് മനാടയാണ് പാടിയിരിക്കുന്നത്. Some more questions നമുക്ക് നോക്കാം. Some of the barriers to effective communication are polysemy, simple language, use of cliches, easy sentences. എന്തായിരിക്കും? A and C ആണ്. Answer is 4. A and C. That means polysemy. Polysemy means with double meaning ആണ്. അതൊരു ബാരിയർ ആണ്. ഒന്നിലധികം മീനിങ്ങോട് കൂടെയുള്ള സെന്റൻസിന് അത് ഒരു ബാരിയർ ആയിട്ട് വരും. യൂസ് ഓഫ് ക്ലീഷേന്റെ ഉപയോഗം ഒരു ബാരിയർ ആയിട്ട് വരുന്നുണ്ട്. സോ സിമ്പിൾ ലാംഗ്വേജും ഈസി സെന്റൻസും ബാരിയർ അല്ലല്ലോ. ആക്ച്വലി ഇറ്റ് ഇസ് ഹെൽപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ. In the digital era, there is a fear that classroom communication may result in overstimulation. Overstimulation is the answer. The rhetorical approach in classroom communication considers teachers as dash agents of students, influencing. Answer is influencing agents of students. The negative criticism as an element of classroom communication will lead to എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും? അതിന്റെ ആൻസർ ഡി ആണ്. B, C and D. അപ്പൊ ഏതൊക്കെ? ബി എന്താ? Justification. Negative criticism ഉണ്ടായ people will try to justify. Then C എന്താ? Defensiveness. The student will be on the defensive ആയിരിക്കും നെഗറ്റീവ് ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ. Then D for demotivation. ഇത് മൂന്നും അവിടെ സംഭവിക്കും നെഗറ്റീവ് ക്രിറ്റിസിസം ഉണ്ടായ. Non-verbal communication is considered as, answer is informal. Answer is informal ആണ് non-verbal communication. The pioneer of the silent feature film in India was Dada Saheb Phalke. നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, Dada Saheb Phalke is considered to be the pioneer of Indian feature film. Connotative communication inside the classroom is implicit. Implicit is the answer. Number 3. Implicit. So connotative communication നടക്കുമ്പോൾ സാധാരണ വാക്കുകളും കമ്മ്യൂണിക്കേഷൻ ഡിനോട്ട് ചെയ്യും. ഡിനോട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മീനിങ് ആണ്. വേർഡ്സ് നോട്ട് ഓൺലി ഡിനോട്ട്, വേർഡ്സ് കൊണോട്ട് ഓൾസോ. കൊണോട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മീനിങ് ആണ്. സോ ഡിനോട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മീനിങ്, കൊണോട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മീനിങ്. സോ ഇൻഡയറക്റ്റ് ആയിട്ടും നടക്കും കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിൽ ഇംപ്ലിസിറ്റ് ആണ്, ഒളിഞ്ഞിരിക്കുന്നതാണ്. So that's why connotative communication inside a classroom is implicit. The parameter of assessing the popularity of TV program is TRP, television rating point. TRP na parayunne, television rating point. Which university airs interactive education programs through its own channel? It is IGNOU. IGNOU ആണ് അത് ചെയ്യുന്നത്. സ്വന്തം ചാനൽ വെച്ചിട്ട് IGNOU ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. Who among the following has not won the Dada Saheb Phalke award? ഇതിലെ ദാദാ സാഹേബ് കറക്റ്റ് ആൻസർ മുഹമ്മദ് റഫി. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. Attitudes, appearances and actions in the context of classroom communication are considered as non-verbal. They are considered non-verbal. Cut off. Non-verbal is the right answer. The term SITE stands for Satellite Instructional Television Experiment. സൈറ്റിന്റെ ഫുൾ ഫോം. ഒരു വർഷം ചോദിച്ച ചോദ്യം സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ്. അത് കാരണം ഈ TV വന്നപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴല്ലേ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ല മുമ്പ്. ടെലിവിഷൻ വന്നപ്പോൾ, ടെലിവിഷൻ അന്ന് സാറ്റലൈറ്റ് മുഖേന ടെലിവിഷൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടെറസ്ട്രിയൽ വന്നിരുന്നു. സോ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ നടപ്പാക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു സൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം
കിട്ടിയിരുന്നത്. അതിനുവേണ്ടി മാത്രം നമ്മൾ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്തിരുന്നു. The Right to Information Act came into effect in ഏത് വർഷം ഓർമ്മയുണ്ടോ? 2005. കറക്റ്റ്. ചില സാധനങ്ങളൊക്കെ ജനറൽ നോളജ് സാധനങ്ങളാണ് ഇതൊക്കെ. സോ നിസ്സാരമാക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, നിങ്ങളെ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എടുത്തെന്ന് പറഞ്ഞത് ക്വൈറ്റ് അൺലൈക്ക് അതർ ക്ലാസ്സസ്. കമ്മ്യൂണിക്കേഷൻ ചോദ്യങ്ങൾ എങ്ങനെയും വരാം, എവിടെ നിന്നും വരാം, ജനറൽ നോളജ് ആയിരുന്നു വരാം, അല്ലെങ്കിൽ അതുകൊണ്ട് യു മസ്റ്റ് റീഡ് ദ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കണം. നിങ്ങൾ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ആ ഒരു സ്വഭാവം കുറച്ചു കാലത്തേക്കെങ്കിലും നിങ്ങൾ തുടങ്ങി വെക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കേടൊന്നുമില്ല, നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല ന്യൂസ് പേപ്പർ വായിച്ച് വിചാരിച്ചിട്ട്. സോ ട്രൈ ടു റീഡ് ന്യൂസ് പേപ്പർ, അറ്റ്ലീസ്റ്റ് വൺ പേപ്പർ. വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട പൊളിറ്റിക്സും ഇതും ഒന്നല്ല വായിക്കുന്നത്, അല്ലാത്ത കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദ കൺട്രി. അപ്പൊ അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ ലോക്കൽ പൊളിറ്റിക്സും പറ്റി അങ്ങോട്ടുമുള്ള ചീത്ത പറച്ചിലോ അങ്ങോട്ടുമുള്ള രാഷ്ട്രീയ ചീത്ത പറച്ചിലോ അതിലൊന്നും വലിയ കാര്യമില്ല. അതിനതീതമായിട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. Who is known as the father of Indian language journalism? Answer is Rajaram Mohan Roy. He is considered the father of Indian language journalism. കേട്ടോ, രാജാറാം മോഹൻ റോയ് ആണ് അതിന്റെ ആൻസർ. In the communication process, signs derive meanings through the network of interrelations ആണ്. ഇതൊക്കെ ഓരോ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നെറ്റ്വർക്ക് ഓഫ് ഇന്റർ റിലേഷൻസ് ഇസ് ദ ആൻസർ. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു വർഷം ചോദിച്ചൊരു ചോദ്യമാണിത്. അത് കുറെ മുമ്പത്തെ വർഷം കേട്ടോ, കുറെ മുമ്പ്. ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറില്ല. എന്നാലും നമ്മൾ ഒന്ന് എക്വിപ്ഡ് ആയിരിക്കണം. പലതരത്തിലും ചോദ്യങ്ങൾ ചോദിക്കും. മാച്ച് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ്. ഇതൊരു ടിപ്പിക്കൽ ജനറൽ നോളജ് സാധനമാണ്. പണ്ഡിറ്റ് ജസ്രാജ് ഈസ് ആക്ച്വലി കിഷൻ മഹാരാജ്, രവിശങ്കർ, ഉദയ് ശങ്കർ. അതിന് ഹിന്ദുസ്ഥാനി വോക്കലിസ്റ്റ്, സിത്താർ, തബല, ഡാൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. സോ ജസ്രാജ് ഈസ് എ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണ്, പണ്ഡിറ്റ് ജസ്രാജ്. Then Kishan Maharaj is a tabla player, classical tabla player. Then Uday Shankar is Indian classical dancer and choreographer. Then Ravi Shankar is guitarist. So that's it. Adana. So friends, try to understand that beliefs don't make you a better person, but your behavior does. അവിടെയാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിലീഫും വലിയ വിശ്വാസം വലിയ ആന കോപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സം പീപ്പിൾ റിയലി ബിഹേവ് ബാഡ്. സോ യു മസ്റ്റ് ലേൺ ടു ബിഹേവ് വെൽ. അതാണ് കമ്മ്യൂണിക്കേഷൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ്. സോ ഡോണ്ട് വറി, നെവർ ഗിവ് അപ്പ്. ഡോണ്ട് വറി. ഓക്കെ, സോ ഐ എം ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് സ്ലൈഡ്. Just 1 sec. I'll just be back in, just give me 15 seconds. I'll just be back. ഓക്കെ, കാണാലോ? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. പലപ്പോഴും നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും പല ഘട്ടങ്ങളിലും. ഈ ഒരു പിക്ചർ നോക്കുക. വൺ ഗൈ സേയിങ് ഇറ്റ് ഈസ് 6, ദ അതർ ഗൈ സേസ് ഇറ്റ് ഈസ് 9. ഹൂ ഈസ് റൈറ്റ്? Who is right? Both are right. അപ്പൊ നമ്മൾ പറയല്ലോ ഒന്ന് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയൊക്കെ തെറ്റാന്നുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും നമുക്ക് അപകടം ഉണ്ടാക്കും. ഈ ഒന്ന് എന്നുള്ളത് നമ്മളതാണ് നമുക്ക് പലപ്പോഴും ശരി.
മറ്റുള്ളവൻ്റെ അവരൻ്റെത് ശരിയല്ല, നമ്മൾ മാത്രം ശരി. ഇതാണ് പൊതുവെ മനുഷ്യന്റെ ഒരു രീതി. അത് നമ്മൾ എപ്പം മാറ്റുന്നു, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിൽ ബി കംഫർട്ടബിൾ, we will have better relations with people. Let's look at it. One guy says it is 3. The other guy says it is 4. Who is right? Both are right in their perspectives. From their perspectives, both are right. രണ്ടുപേരും ശരിയാണ് അവരുടെ. അപ്പം ഒന്ന് മാത്രമല്ല, പലപ്പോഴും ശരി. Look at it. ഈ 6ഉം 9ന്റെയും വിഷയം കണ്ടില്ലേ? Because you are right doesn't mean I am wrong. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ടത്. Because we are right doesn't mean the other person is wrong. We are trying to prove the other person wrong പലപ്പോഴും. അത് നമ്മൾ മാറ്റണം. ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. സോ റെസ്പെക്ട് ആണ്. അപ്പം നമ്മൾ ടേക്ക് ദ കേസ് ഓഫ് റിലീജിയൻ. വ്യത്യസ്ത മതങ്ങളുണ്ട്. എവറിബഡി ബിലീവ്സ് ഇൻ, മതവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ള സാധനമല്ല, അത് കാണാതെ ചെയ്യുന്നതാണ്. നമ്മുടെ ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ കണ്ടിട്ടില്ല ദൈവത്തിനെ. നമുക്ക് ദൈവത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് പലതും ഉണ്ടാവാം. എന്തായാലും ശരി, വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്ത സാധനമാണ്. ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. നമ്മൾ രണ്ടുപേരും രണ്ട് ഇതിൽ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് എന്റേതാണ് ശരി, നിങ്ങൾ പറയുന്നത് നിങ്ങളതാണ് ശരി. രണ്ടുപേരും കണ്ണുവട്ടന്മാരാ, രണ്ടുപേരും ബ്ലൈൻഡ് ആണ്. Still we say mine is right, you are wrong. എന്ത് മണ്ടത്തരായത് ശരിക്കും. So respect other person's views, whatever it is. You can have your own views, no problem. But don't try to say that the other person is wrong. അത് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. So you just haven't seen it from my angle. നമ്മൾ ഓരോരുത്തരും കാണുന്നത് നമ്മളെ ആംഗിൾ എന്നാണ് ഓരോ സംഗതികൾ. So try to understand the other person always. എപ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് റെസ്പെക്ട് കൊടുക്കാൻ തുടങ്ങി നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകും. Our life will be better. അത് ജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും പകർത്താവുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ആശയം. We can improve our life. We can bring more peace to our life. We can bring happiness to our life. We can avoid collisions with people. We can avoid issues in our life. അത് ഏത് വിഷയത്തിലായാലും ശരി. എപ്പോഴും there is always the other view എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ കാണുന്നത് മാത്രം, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ എന്ന് പറയുന്ന ആളുകൾ, ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്ന അത് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. എപ്പോഴും നമ്മൾക്ക് അതീതമായിരിക്കും പലപ്പോഴും ശരി. അതിനുള്ള ഒരു ഉദാഹരണം അവിടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ഈ പിക്ചർ. Look at this picture. These two people, this lady and that guy, they are crossing. Actually, they are meters apart. 2-3 meter വിട്ടാണ് അവർ നിൽക്കുന്നത്. They are crossing. And look at that shadow that is falling. Their shadows falling on the wall. അതെന്താ കാണിക്കുന്നത്? The shadow appears as though they are in a compromising position. അവരിന്ന് വളരെ കോംപ്രമൈസിങ് പൊസിഷനിലായിട്ടാണ് ഷാഡോ കാണിക്കുന്നത്. ഇത്രയുള്ള സംഗതി. ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്. നമ്മൾ കാണുന്നത് മാത്രമല്ല, കാണുന്നതിന്റെ അപ്പുറത്തോട്ട് പലപ്പോഴും ഉണ്ടാവും കാര്യങ്ങൾ, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് be very careful when you go for argument with others. You can enter into argument, we can have discussions. Even discussionൽ പോലും you can put forth your views, at the same time respect the other person's views. എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അല്ലാതെ എന്റെ വ്യൂ പറഞ്ഞിട്ട് ഇത് മാത്രം ശരി, നിങ്ങളൊക്കെ തെറ്റെന്ന് പറഞ്ഞു, അതിനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് പലപ്പോഴും. എന്നിട്ട് കയർക്കലും തന്തക്കും തള്ളക്കും വിളിക്കലും ടെലിവിഷനിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മളെ മലയാളം ചാനൽ. നീ ആരടാ പോടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ ആടാ പോടാ വിളിയൊക്കെ കാണും പലപ്പോഴും. ഇതൊക്കെ ഇതിനുകൊണ്ട് വരുന്നതാ ഈ. So friends, words are the keys to the heart എന്ന് പറയാറുണ്ട്. We always deal with words. So be careful when you deal with words. Words are the key to the heart. Words have the power to heal and sometimes to destroy also. Words are true and kind. They can change the world. When by changing the word, you can change the world for someone. So word, വാക്കുകളെ നമ്മൾ വളരെ സൂക്ഷിക്കുക. By changing the word, you can change the world for people. Here is one example I'll show you. Here, one boy who is blind. He has kept a board there. I am blind, please help എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് അദ്ദേഹം വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കണ്ണു കാണില്ല, എന്നെ സഹായിക്കണം എന്നുള്ള ബോർഡാണ് വെച്ചിരിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പോകുന്നവർ വല്ലപ്പോഴും ഒരു കോയിനെ കെട്ടുകൊടുക്കുന്നത്. അത് കുറെ കഴിഞ്ഞ് നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു നമ്മളെ വിനീത ടീച്ചർ മാതിരിയുള്ള നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലേഡി അതിലൂടെ പോവുമായിരുന്നു. അപ്പോൾ അവരിത് കണ്ടവർ തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് ആ ബോർഡ് എടുത്തിട്ട് അതിന്റെ ബാക്കിൽ വേറൊരു സാധനം എഴുതി വെച്ചു. അതിനുശേഷം പോകുന്നവർ എല്ലാവരും ഓരോ കോയിൻ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവർക്ക് ഭയങ്കര അത്ഭുതമായി ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ളത്. ഇവർക്ക് കണ്ണു കാണുന്നില്ലല്ലോ. അപ്പൊ അവൻ പിന്നെ ആ ലേഡി വന്നപ്പോ അവൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തത്? വാട്ട് ഹാവ് യു ഡൺ ടു മൈ സൈൻ എന്ന് ചോദിച്ചു. അപ്പം ഷീ സെഡ്, ഐ റോട്ട് ദ സെയിം ബട്ട് ഇൻ ഡിഫറെന്റ് വേർഡ്സ്. ഞാൻ വാക്കുകളെ മാറ്റി എന്ന് പറഞ്ഞു. അത്രേ അവർ പറഞ്ഞോളൂ. സോ എന്താ അവർ എഴുതിയിരിക്കുന്നത്? ഷീ റോട്ട്, അവൻ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് ഐ ആം ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ് എന്നാണ്. Then she wrote, today is a beautiful day but I cannot see it എന്ന് പറഞ്ഞു. Today is a beautiful day but I cannot see it എന്നാണ് അത് അവര് ആ ലേഡി എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? രണ്ടും ഒന്ന് തന്നെയാണ്. ഐ ആം ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ് എന്ന് പറയുന്നതും ടുഡേ ഇസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ കനോട്ട് സീ ഇറ്റ് എന്ന് പറയും. പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ് അതിന്റെ ഇഫക്റ്റീവ്നെസ് വരുന്നത്. ഫസ്റ്റ് വൺ, ഐ ആം ബ്ലൈൻഡ്, ഹീസ് ടോക്കിംഗ് അബൌട്ട് ഹിംസെൽഫ്. അവനെ കുറിച്ചാണ് അവൻ പറയുന്നത്. ഇറ്റ് ഡസന്റ് ടച്ച് ദ അതർ പേഴ്സൺ, മറ്റൊരാൾ അത് സ്പർശിക്കുന്നില്ല. രണ്ടാമത്തത്, ടുഡേ ഇസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ കനോട്ട് സീ ഇറ്റ് എന്ന് പറയുമ്പോൾ, മൂന്നാമത്തത് അത് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ എന്ന് വിചാരിക്കുക, ഓട്ടോമാറ്റിക്കലി വി വിൽ തിങ്ക് ഹൗ ലക്കി വി ആർ, എത്ര ഭാഗ്യവാനാണ് ഞാൻ ടു സീ ആൻഡ് എൻജോയ് ദ ഡേ. അറിയാതെ അവന് കൊടുത്തു പോകും ഒരു കോയിൻ. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. അപ്പോൾ when we communicate, try to be more effective, try to associate with the other person. പലപ്പോഴും നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അവർക്ക് ഇൻട്രസ്റ്റ്, അവർക്ക് താല്പര്യമുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറ്റണം. അല്ലാതെ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ആവരുത് സംസാരം. അപ്പൊ എനിക്കൊരു സാധിച്ചത് ഞാൻ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് താല്പര്യമുള്ള വിഷയം മാത്രം സംസാരിച്ചിട്ട് always if you are talking to someone, say for example if you are talking to Sunita madam, so Sunita madamത്തിന് താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ച് you should start talking. She will be, അപ്പോൾ സ്വാഭാവികമായിട്ട് she will evince an interest in that conversation. So such people, there are നല്ല conversationalists ഒരു പ്രത്യേകതയാണ്. They talk about things in which the other person is interested. So languages of the communication are, the language of the communication also constitutes എന്താണ്, the social world ആണ് ആൻസർ. ഇതൊക്കെ ഓരോ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. The social world is the answer. Prasar Bharati was launched in the year 1997. 1997. Which of the following statements is not connected with communication? Communication ആയിട്ട് കണക്ഷൻ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇതിലേതാ? Medium is the message എന്നുള്ളതല്ല. The world is an electronic cocoon അല്ല. Information is power അല്ല. Telepathy is technological എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഒരു ബന്ധമില്ലാത്തത് ഇതിനകത്ത്. Telepathy is technological. Closed circuit television is useful. That means CCTV, closed circuit television and CCTV is useful only for a restricted audience at a place. For large group communication, only for poor students of the class, none or above. Answer is one other, only for a restricted audience at a place. The social networking site that played the most crucial role during the terrorist attack on Mumbai in 2008 was Orkut. അന്നത്തെ ഓർക്കുട്ട് ആയിരുന്നു അത് 2008. അന്ന് ഫേസ്ബുക്ക് ഒന്നും ഇത്ര പോപ്പുലർ ആയിട്ടില്ല. ഇന്നാണെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ആവുമായിരുന്നു. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററൊക്കെ ആവുമായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പം ചോദിക്കാം. ഇതൊക്കെ ഒരു വർഷം ചോദിച്ച ചോദ്യം. ഒന്ന്, assertion. A, mass media promote a culture of violence in society. Reason, because violence sells in the market as people are violent in character. And the answers are 1. Both A and R are true. R is the correct explanation of A. Wrong. Both A and R are true. R is not the correct explanation. Wrong. A is true but R is false. Wrong. Both A and R are false. രണ്ടും തെറ്റാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. Just one second. Just a minute. Just get it. Okay.
I just got a cold. That's why. Okay, so last one ആണ് correct കേട്ടോ. Then which of the following is a 24 hours English business news channel? Answer is CNBC. 24 hours എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ചാടിക്കറി NDTV 24/7 എന്ന് പറഞ്ഞേക്കരുത്. CNBC ആണ് ബിസിനസ് ന്യൂസ് ചാനൽ ഇട്ടിരിക്കുന്നത്. പിന്നെ TRP, കുറച്ച് ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് TRP. അതുപോലെ OPED, ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ എന്നാണ് OPEDന്റെ ഫുൾ ഫോം. OPED means article written by an expert that is positioned on the page opposite the editorial page. Editorial page എന്ന് പറയുമ്പോൾ യൂഷ്വലി on the left hand പേജിലാണ് വരിക. സാധാരണ 8ാം പേജ് അല്ലെങ്കിൽ 10ാം പേജ് ഓഫ് എ ന്യൂസ് പേപ്പർ വിൽ ബി ദ എഡിറ്റോറിയൽ പേജ്. അതിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന പേജാണ് OPED പേജ് എന്നാണ് പറയാം, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പേജ്. അതാണ് 1ാം പേജ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പേജ് OPED പേജ് ആണ്. സാധാരണ നിലക്ക് നമ്മുടെ മലയാളത്തിലൊക്കെ ആണെങ്കിൽ എഡിറ്റോറിയൽ പേജിൽ വരുന്നത് വ്യൂസ് ആയിരിക്കും. OPED പേജിൽ 1ാം പേജ് കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂസ് വരുന്നത് OPED പേജിലായിരിക്കും. ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ആണെങ്കിൽ എഡിറ്റോറിയൽ പേജിൽ വ്യൂസ് ആണ്, അതേമാതിരി OPED പേജിലും വ്യൂസ് തന്നെയാണ് എടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂസ് വരുന്നത് OPED പേജിലായിരിക്കും, ഇംഗ്ലീഷ് പത്രങ്ങളിലാണ്. അതാണ് ചെറിയ വ്യത്യാസം. Ghost writer, person writing articles and features for another person who claims authorship is called ghost writer എന്ന് പറയാം. ഇത്തരം ആളുകൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന സംഗതികൾ. Freelancer, a writer or photographer who sells his writing or photos and is not under regular contract to any one publication. So അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഫ്രീലാൻസർ എന്ന് പറയും. ഇറ്റ്സ് നോട്ട് ഫ്രീലാൻഡിങ് കേട്ടോ, ഫ്രീലാൻഡർ അല്ല, ഫ്രീലാൻസർ, ഫ്രീലാൻസ് ജേർണലിസം എന്നാ പറയും. അതുപോലെ ആങ്കർ is a person of a news team who coordinates reports. or ന്യൂസ് പ്രസന്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാണ്. ഇപ്പൊ ഷാനി ഈസ് ആൻ ആങ്കർ, പ്രമോദ് യൂസ് ടു ബി ആൻ ആങ്കർ, നികേഷ് കുമാർ ഈസ് ആൻ ആങ്കർ. മനസ്സിലായില്ലേ? ഇവരൊക്കെ ആങ്കർ എന്നാണ് ഇവരൊക്കെ പറയാം. Obit is news reporting about the death of a person is called obit. ചില സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് മാത്രം. ഒബിറ്റ്, ഒബിച്വറിയുടെ ഷോർട്ടാണ് ഒബിറ്റ് എന്ന് പറയുന്നത്. അതായത് ചരമം. ഒബിച്വറി മീൻസ് ചരമം. ഒബിറ്റ് അതിന്റെ ഷോർട്ട് ഫോം ആണ് ഒബിറ്റ് എന്നുള്ളത്. So let's look at some more questions. In a classroom, delayed feedback can happen due to semantic noise is the answer. Semantic noise ആണ്. Semantic noise കാരണം delayed feedback. All India Radio for Broadcasting was named in the year 1936. 1936 is the right answer. In the classroom, the teacher sends the message either as words or images. The students are really decoders. They are decoders is the answer. Julian Assange is the founder of WikiLeaks. WikiLeaks, yes, that's right. Community radio is a service that caters to the interests of local audience. Called community radio, caters to the interest of local audience. The total number of persons in the Press Council of India is 28. 28 ആണ് Press Council of India. Aspects of the voice other than the speech are known as paralanguage. നമ്മുടെ സ്പീച്ചിന്റെ അതീതമായിട്ട് മറ്റുള്ള ആസ്പെക്ട്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്റോണേഷൻ, ശബ്ദം ഏറ്റവും കുറച്ചൊക്കെ ചെയ്യുന്ന സംഗതികൾക്ക് നമ്മൾ പാരാലാംഗ്വേജ് എന്ന് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം പ്രസാർ ഭാരതി ഈസ് ടു ഇൻഫോം, entertain and educate. Inform ചെയ്യുക, entertain ചെയ്യുക and educate. ഇതാണ് പ്രസാർ ഭാരതിയുടെ ഒബ്ജക്റ്റീവ്. Which of the following are barriers to effective communication? Effective communication ഉള്ള barriers ഏതൊക്കെയാണ്? Physical noise is a barrier. Semantic noise can be a barrier. Psychological noise
നോൺ സെമാന്റിക് നോയ്സ്. ഇതിലേതാണ് കറക്റ്റ്? എ, ബി ആൻഡ് ABC ആണ് അതിന്റെ കറക്റ്റ്. ABC. നമ്പർ 2 is the right answer. ഈ നോൺ സെമാന്റിക് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ നോയ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ABC is the correct answer for this. The first television soap opera of India was हम लोग. Hum Log. Very good. Hum Log. Now I'll just introduce you to the Ministry of Broadcasting and Information. അതിന്റെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലാണ് പല സാധനങ്ങളും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല സാധനങ്ങളും വരുന്നത്. അതേപോലെ ലോകത്തിലെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നത് യുനെസ്കോന്റെ കീഴിലാണ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അതിന്റെ കീഴിൽ ഈ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് കീഴിൽ പല സാധനങ്ങളും വരുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് പ്രസാർ ഭാരതി വന്നത്, ആകാശവാണി വന്നത്, ദെൻ ദൂരദർശൻ വന്നത്, ദെൻ ഓരോന്നോരോ നമുക്ക് നോക്കാം. ഇപ്പൊ കുറെ മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറെ ചിലതൊക്കെ ലയിപ്പിച്ചിട്ട് പുതിയ ബോഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി, ഡയറക്ടറേറ്റ് ഓഫ് ഫീൽഡ് പബ്ലിസിറ്റി, ഫോട്ടോ ഡിവിഷൻ, പബ്ലിക്കേഷൻസ് ഡിവിഷൻ, സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ, Office of Registrar of Newspapers for India, Press Council of India നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, Press Information for PIB, then Indian Institute of Mass Communication, then Directorate of Film Festivals. ഈ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് ഇവരായിരിക്കും. അതേമാതിരി അവാർഡ്സ് കൊടുക്കലുണ്ട്. നാഷണൽ അവാർഡും അതുപോലെ ദാദാ സാഹിബ് ഫാൽക്കെ ഒക്കെ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് ആണ്, ഇവരുടെ ചുമതലയാണ്. Then you have the Central Board of Film Certification, CBFC, Central Board of Film. ഇതിന്റെ പണ്ടത്തെ പേരാണ് സെൻസർ ബോർഡ് എന്ന് പറയാം. ഇപ്പൊ അതിന്റെ ശരിക്കുള്ള പേര് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, PI, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെ, നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ, സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, ആൻഡ് NFDC, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇതൊക്കെ എന്താ പറയുക മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിൽ വരുന്ന സാധനങ്ങളാണ്. ദെൻ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NFDC, ഇപ്പം വളരെ നിർജ്ജീവമായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ പല സാധനങ്ങളും. ഇറ്റ് ഈസ് ഹെഡ് ക്വാർട്ടേഴ്സ്. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെ ആയിരിക്കും കേട്ടോ, അത് മറന്നുപോയത്. ഇറ്റ്സ് ചെയർപേഴ്സൺ ഈസ് രമേശ് സിപ്പി ആണ് അതിന്റെ ചെയർപേഴ്സൺ. അവസാനത്തെ ചെയർപേഴ്സൺ, ഇപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ഒന്നുമില്ല. രമേശ് സിപ്പി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ്. ആരാ രമേശ് സിപ്പി അറിയോ? ഷോലെ ഒക്കെ ഉണ്ടാക്കിയ ആളാണ്, ഷോലയുടെ ആളാണ്. എനിക്ക് പാടാൻ വയ്യ, അതുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ ഈ ലൈൻസ്, ദീസ് ആർ ദ ലൈൻസ് ഓഫ് ദ ലാസ്റ്റ് ലൈൻസ് ഓഫ് ആ ഒരു വേർപാടിന്റെ സമയത്തുള്ള ഒരു സാഡ് സോങ് ആണത്. അമിതാഭ് ബച്ചൻ ആൻഡ് ധർമ്മേന്ദ്ര. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഹിറ്റ്സ് ഓഫ് ഇന്ത്യൻ സിനിമ. യേ ദോസ്തി എന്നുള്ള പാട്ടിന്റെ സീനാണത്. ഷോലയിലെ യേ ദോസ്തി പാട്ട് സീനാണ്. അതിന്റെ സാഡ് വേർഷൻ ആണ് ഈ കാണുന്ന സമയത്ത്, അമിതാഭ് ബച്ചൻ മരിക്കുന്ന സമയത്ത് സാഡ് വേർഷൻ. അതിന്റെ ഹാപ്പി സോങ് പാടുന്ന സമയമാണത്. സോ ദാറ്റ്സ് അബൌട്ട് ഷോലെ. ഷോലയുടെ ക്രിയേറ്റർ ആണ് നമ്മുടെ ഇദ്ദേഹം, എന്താണ്, രമേശ് സിപ്പി. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോല എടുത്തത്, അത്രേ ഉള്ളൂ. ദെൻ വി ആർ കമ്മിങ് ടു ദ ന്യൂ മീഡിയ. New media means digital media including electronic publishing on CD, DVD, digital television and most significantly internet. ഇതെല്ലാം കൂടിയിട്ട് വരുന്ന പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ ന്യൂ മീഡിയ എന്ന് പറയുന്നത്. അതിനകത്ത് പലതും വരുന്നുണ്ട്, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. വി ആർ ഓൾസോ യൂസിങ് ന്യൂ മീഡിയ. ഇപ്പം എന്താ പറയുക, യൂട്യൂബ് സ്ട്രീമിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ന്യൂ മീഡിയ. It implies the use of computers as well as handheld devices. ഒരുപാട് ലിമിറ്റേഷൻ നമുക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റർടൈൻമെന്റ് ന്യൂ മീഡിയ ഇസ് വെരി ഗുഡ്. യൂട്യൂബ് സ്ട്രീമിംഗ് ഒക്കെ എന്റർടൈൻമെന്റ് വളരെ നല്ലതാണ്. പക്ഷെ ക്ലാസ്സിന് എത്രത്തോളം ഉണ്ടെന്നുള്ളതായിട്ടൊന്നും ഞാൻ നിങ്ങളെ കാണുന്നില്ല.
ഐ എം ബ്ലൈൻഡ് ആയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുണ്ടാക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ. So multimedia, it's combined use of several media. It's combining text, graphics, full motion video and sound. ഇതെല്ലാം കൂടി അതുകൊണ്ടാണ് it's called multimedia എന്ന് പറയുന്നത്. Then World Association of Newspapers and News Publishers, WAN IFRA എന്ന് പറയും. It's headquartered in Germany and Paris. Then Audit Bureau of Circulation, ABC എന്ന് പറയും. ABC ആണ് സാധാരണ നമ്മുടെ പബ്ലിക്കേഷൻസിന് സർക്കുലേഷൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ മലയാള മനോരമ ഇത്ര ലക്ഷം എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്നത് ABC ആണ്. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ABC സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് കോൾഡ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ, ABC. INS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാവൽ ഷിപ്പ് അല്ല കേട്ടോ. INS സാധാരണ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. INS വിക്രാന്ത്, INS വിരാട്, INS മറ്റേ മൈസൂർ, INS കുണ്ടോട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേരുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So it is this one is Indian Newspaper Society. മറ്റേത് നേവിയിലാണെങ്കിൽ ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നാണ് INSന്റെ ഫുൾ ഫോം. അത് ഷിപ്പ് അല്ലെങ്കിൽ പോലും INS ഗരുഡ എന്ന് പറഞ്ഞത് എന്താ പറയാ അവരുടെ ഫ്ലൈയിങ് യൂണിറ്റ് ആണ്. ഇറ്റ് ഇസ് നോട്ട് എ ഷിപ്പ്, പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് കോൾഡ് INS, ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നാണ്. അതുപോലെ INS ദ്രോണാചാര്യ, ഇറ്റ് ഇസ് ഗണ്ണറി യൂണിറ്റ് ഓഫ് ഇന്ത്യൻ നേവി ഇൻ കൊച്ചി. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് എ ഷിപ്പ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് യൂസ്ഡ് INS. ഇവിടെ നമ്മൾ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി, INS stands for Indian Newspaper Society, is founded in 1939. It's the body of newspaper owners and publishers. മുതലാളിമാരുടെ സംഘടനയാണ്. So this guy is the president, Mohit Jain. Economic Timesന്റെ Mohit Jain ആണ് ഇപ്പോഴത്തെ INS president. Now let's look at some more questions. Which of the following is a function of mass media? കുറെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഫങ്ഷൻ ഏതാണ്? Can you answer? Option 1. 1, yes. Transmit culture, cultural transmission is correct answer. Now, in which state the maximum number of periodicals are brought out for public information? Answer is Kerala. The information function of mass communication is described as ഏതാണ്? Surveillance, correct. Information function surveillance ന് കീഴിലാണ് വരുന്നത്. An example of asynchronous medium is asynchronous mediaത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഏത്? Can you answer this? Answer is newspaper. Newspaper is the answer. Correct answer. Newspaper. Asynchronous. ബാക്കിയൊക്കെ synchronous ആണ്. ന്യൂസ്പേപ്പറിന്റെ പ്രത്യേകത എന്താണ്? ഈച്ച് പേഴ്സൺ റീഡ്സ് ന്യൂസ് പേപ്പർ അറ്റ് ഡിഫറെന്റ് ടൈം. ഓരോരുത്തർക്കും ഓരോ സൗകര്യ സമയത്താണ് ന്യൂസ് പേപ്പർ വായിക്കുക. മറ്റേ സിനിമയും ടെലിവിഷൻ റേഡിയോ ഒന്നും അങ്ങനെയല്ല. അത് പലപ്പോഴും ഇറ്റ് മെന്റ് ഫോർ ദ കോമൺ വ്യൂയിങ് ആൻഡ് ലിസണിങ്. Then answer, the grains that appear on a television set when operated are also referred to as snow. എന്നാണ് അതിന്റെ ആൻസർ, snow. The country which has the distinction of having the 2 largest circulated newspapers in the world is Japan. ജപ്പാനിലാണ് ഏറ്റവും സർക്കുലേഷൻ കൂടുതലുള്ള 2 പത്രങ്ങളുള്ളത്. The first one is Yomiuri Shimbun and second one is Asahi Shimbun. These 2 papers have the largest circulation in the world. A major barrier in the transmission of cognitive data in the process of communication is an individual's coding ability. Is a coding ability ആണ് വലിയ ഒരു ബാരിയർ ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ. കോഡിംഗ് എബിലിറ്റി, അത് എൻകോഡ് ചെയ്യാൻ പ്രശ്നം ഉണ്ടായാലും പ്രശ്നമാണ്, ഡീകോഡിംഗിൽ പ്രശ്നം ഉണ്ടായാലും പ്രശ്നമാണ്. Every type of communication is affected by context. Context affects all types of communication. മറന്നു പോകരുത് കേട്ടോ. In a classroom, teachers and students use self-interest issues to judge their acceptability. അതാണ് അതിന്റെ ആൻസർ. So friends, you all want to become teachers. The mediocre teacher tells, the good teacher explains, the superior teacher demonstrates, the great teacher inspires. What teacher you want to become?
What teacher you want to become? Aishwarya, please switch on your mic. Yes, sir. What teacher do you want to become? മനസ്സിലായില്ല. അതെ. The great teacher inspires. You want to become an inspiring teacher, right? Yeah. Okay, good. So try to be an inspiring teacher, a teacher who inspires students. മറ്റേ എല്ലാ ക്വാളിറ്റീസും നമുക്ക് വേണം, പക്ഷേ you should be an inspiring teacher. കേട്ടോ? സോ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പെർസിസ്റ്റൻസ് ഈസ് ദ റിയൽ സ്ട്രെങ്ത് എന്ന് ഏതോ ഒരു സ്ലൈഡ് കാണിച്ചപ്പോൾ ഞാൻ ഒരു വാക്ക് ഇങ്ങനെ ഇട്ട് പോയിരുന്നു. പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിനുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. സ്ട്രെങ്ത്, ദ റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റിയൽ പെർസിസ്റ്റൻസ്. ഈ ഒരു പാറ പിളർത്തിക്കൊണ്ട് ആ നദി ഒഴുകുന്ന കണ്ടില്ലേ, ആ സ്ട്രീം ഒഴുകുന്നത് പാറ പിളർത്തിക്കൊണ്ടാണ് ഒഴുകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒഴുകുന്നത്? നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പവർ, ബട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പെർസിസ്റ്റൻസ്. കാലങ്ങളോളം ഒഴുകിയിട്ടാണ് ആ പാറയെ അവൻ പിളർത്തിയിരിക്കുന്നത്. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ് പെർസിസ്റ്റൻസ്. അതുകൊണ്ട് അത് നമുക്കും ബാധകം തന്നെ. സോ ഇഫ് യു ഹാവ് പെർസിസ്റ്റൻസ്, എനിത്തിങ് ഈസ് അച്ചീവബിൾ ഫോർ യു. ബട്ട് ഒരിക്കലും ഇത് നമുക്ക് അൺഅച്ചീവബിൾ ആണെന്ന് ഒരിക്കലും നിങ്ങൾ തോന്നണ്ട. സോ യു ഡോണ്ട് വറി. സോ we have 10 more minutes. I'm going to the last slide now. We will quickly move on to the last slide, last session. All right. English magazine, The Week is a member of the group. Malayalam Manorama, right. Malayalam Manorama is the Week. The biggest news agency of India is PTI. PTI is a news agency, Indian news agency. Adjusting the photo for publication by cutting is technically known as photo cutting. Technically, photo cropping. Photo cropping. Photo cutting. Photo cropping. Gallup polls are conducted to measure public opinion. Public opinion. Gallup poll. The right to impart and receive information is guaranteed in the Constitution by Article. ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്തായാലും. ഇതൊക്കെ നമ്മുടെ ബേസിക് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആർട്ടിക്കിൾ 19(1)(a) ആണ്. ആൻസർ ഇസ് 4. ഫോർത്ത് ആൻസർ ആണ് ആർട്ടിക്കിൾ 19(1)(a). അത് നിങ്ങൾ ഉറക്കത്തിലും പറയണം. കാരണം നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ അടിസ്ഥാനം ഇതിനകത്താണ് തരുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നത് ആർട്ടിക്കിൾ 19(1)(a) നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിന്റെ ഭാഗമാണ് റൈറ്റ് ടു ഇംപാർട്ട് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ ഉള്ളത്. മനസ്സിലായില്ലേ? Video conferencing can be classified as one of the following types of communication. Audiovisual two-way, right. Audiovisual two-way is the right answer. Variables that affect the information processing in a classroom are, answer is 4, last one. 1, 2, 3, 4. Perception levels, learned habits, attitudes, beliefs and values, selectivity factor. Idella classroom information processing classroom variables. Identify the important element a teacher has to take note while addressing students in a classroom. Voice modulation. Voice modulation. Teachers have to be very careful about voice modulation. Hotstar, Netflix, Next GTV, Next TV, Amazon Prime Video, Euros Now, Bitflix, Booklet are OTT platform. OTT, very good. OTT platforms. So friends, remember, hope is very important. When the whole world tells you to give up,
hope whispers, try it one more time. So hope-നെ വിട്ടു പോകാതിരിക്കണം കേട്ടോ. hope-നെ എപ്പോഴും കൂടെ പിടിച്ചോളണം. Okay. So Children's Film Society of India, CFSI. It was established in 1955. It organizes International Children's Film Festival in every 2 years. അതിന്റെ അവസാനത്തെ ചെയർപേഴ്സൺ വാസ് നമ്മുടെയൊക്കെ ശക്തിമാൻ എന്ന് പറയപ്പെടുന്ന മുകേഷ് ഖന്നയായിരുന്നു അവസാനത്തെ ചെയർപേഴ്സൺ. അതിനുശേഷം വേറെ ചെയർപേഴ്സണെ വെച്ചിട്ടില്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു, CBFC എന്ന് പറയും, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഇറ്റ് റെഗുലേറ്റ്സ് ഫിലിം അണ്ടർ സിനിമാറ്റോഗ്രാഫ് ആക്ട് ഓഫ് 1952. അവര് നൽകുന്ന സർട്ടിഫിക്കേഷൻ UAANS ഇങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കേഷൻ. പ്രസൂൺ ജോഷിയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ദിസ് ഇസ് എ ഗായ്, പ്രസൂൺ ജോഷി. സർട്ടിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. U കൊടുക്കും, UAANS ഇതൊക്കെയാണ് സർട്ടിഫിക്കേഷൻ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. U സ്റ്റാൻഡ്സ് ഫോർ മറ്റേ അൺറെസ്ട്രിക്റ്റഡ് ആണ്, യൂണിവേഴ്സൽ അല്ല കേട്ടോ, അൺറെസ്ട്രിക്റ്റഡ് ആണ് U. And UA stands for unrestricted but with parental guidance for children below 12 years of age. That's U and the full form. Just 1 second. Let me just blow my nose. Just 1 second, please. Cold is bothering me. UA stands for, I told you. Then A stands for adult content. Adult doesn't mean sex alone. Adult means mainly sex and what do you call it? Violence. Violence is not കൂടുതൽ adultile പ്രാധാന്യമുള്ള. Violence കൂടുതൽ ഉണ്ടെങ്കിൽ adult certification ആണ് കൊടുക്കുക. Then S for specialized. ഉദാഹരണത്തിന് ഒരു സിനിമ ഓൺ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത്. It is will be for a specialized audience, exclusive audience മാത്രമേ ഉണ്ടാവുള്ളൂ. Only for doctors and health workers ഒക്കെ കാണിക്കുക. It's not public viewing. So അങ്ങനെയാണ്. So National Film Awards started in 1954, handled by the Directorate of Film Festivals. I told you it coincides with the International Film Festival of India. കഴിഞ്ഞ 2-3 വർഷമുള്ള ഫിലിമിന്റെ ഇതാണ്, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അന്നത്തെ ലാസ്റ്റ് അവാർഡ്സിന്റെ വിന്നേഴ്സിന്റെ. ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. ദാറ്റ്സ് ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ നിങ്ങൾ അറിയണം, പുതിയതായിട്ട് നടക്കുന്ന ഡെവലപ്മെന്റ്സ്, ഫിലിം വേൾഡില്, സിനിമ ഏരിയയിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് വി ഷുഡ് നോ. സോ നാഷണൽ ഫിലിം അവാർഡിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ്സ് മൾട്ടിപ്പിൾ ടൈംസ് കിട്ടിയിരിക്കുന്നു. 4 തവണ അമിതാഭ് ബച്ചന് കിട്ടിയിട്ടുണ്ട്. 4 തവണ അമിതാഭ് ബച്ചൻ വിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മമ്മൂട്ടിക്ക് 3 തവണ കിട്ടിയിട്ടുണ്ട്. കമൽ ഹാസന് 3 തവണ കിട്ടിയിട്ടുണ്ട് നാഷണൽ ഫിലിം അവാർഡ്. സോ ഇതാണ് കമൽഹാസന്റെ വിന്നിങ്. അമിതാഭ് ബച്ചൻ്റെത് 4 തവണ. ആൻഡ് മമ്മൂട്ടിയുടെ മതിലുകൾ, പൊന്നന്മാട, വിധേയൻ, അമ്പഴക്ക് ലാസ്റ്റ് ടൈം മമ്മൂട്ടി കിട്ടിയിട്ടുണ്ട് 98-ലാണ്, അതിനുശേഷം കിട്ടിയിട്ടില്ല. Then Shabana Azmi has won 5 times. And look at it, 1982, 83, 84. 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് Shabana Azmi. So now we are going into the last session of questions. Last maybe 10 questions we will take. Okay, quickly. Breakdown in verbal communication is described as entropy. Answer is entropy. Breakdown verbal communication. The answer entropy. That's a technical term. Which daily newspaper published around midday carries the date of the following day on its masthead? Le Monde is the answer. Le Monde, French newspaper. അത് ഇന്നിപ്പം 11 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ നാളത്തെ ഡേറ്റ് ആയിരിക്കും അതിലുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല ലോകത്തിൽ ഒരേ ഒരു പത്രം. ഇന്നിപ്പോ രാവിലെ 11 മണിക്ക് ഇറങ്ങും, നാളത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇറങ്ങുന്ന പത്രം. ബാക്കിയുള്ളതിനൊക്കെ ഇപ്പൊ നാളെ ഇറങ്ങുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഉണ്ടാവും. ദിസ് വൺ ഈസ് 1 day ahead ഡേറ്റ് ആണ് കൊടുക്കുക. Times of India is a member of the following publication group. Bennett Coleman is the answer. Which one is not a journalist? Shahid Kapoor is not a journalist. അവർക്ക് നിങ്ങൾ ചാടി കയറി ആൻസർ പറയുന്ന സാധനങ്ങളാണ്.
Ramdas Bhatia is famous for his use of puppetry and ventriloquism. Puppetry and ventriloquism famous ആയിട്ടുള്ള ആളാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തനാണ് രാംദാസ് ഭാത്തിയ. National Film Development Corporation was one of the production companies for which of the following Academy Award winning movies? ഏതാണ്? Answer is Gandhi. Gandhiയാണ് answer. MC Makanlal Chaturvedi National University of Journalism and Communication is located at Bhopal. ഭോപ്പാലിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. I'll skip this question. Which of the following is a mismatch? Hindustan Times, The Hindu, Times of India, Anand Basar Patrika. Hindustan Times in the headquarters New Delhi ആണ്, ശരിയാണ്. The Hindu headquarters Chennai ആണ്. Times of India headquarters Mumbai ആണ്. Anand Basar Patrika headquarters കൊൽക്കത്തയാണ്. So the answer is 4. Anand Basar Patrika എന്നുള്ളതൊരു മിസ്മാച്ച് ആണ്, പട്ന അല്ല കേട്ടോ. What is paid news syndrome? എന്താണ് paid news syndrome? Taking money for publishing views as news is called paid news syndrome. അത് മാർക്കണ്ഡേയ കഡ്ജു ആണത് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് paid news syndrome എന്നുള്ള വാക്ക് വന്നത്. Taking money for publishing views as news, അതാണ് paid news syndrome. The communicated knowledge in a classroom is considered as cultural capital. Cultural capital ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Now, match the following list. Jhumpa Lahiri is a journalist, is a novelist. Barka Dutt is a journalist. Aparna Sen is director, and Smita Patel was an actor. 7. Classroom communication is normally considered as cognitive. Answer is cognitive. ഇതൊക്കെ ഓരോ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. Which one of the following is correct? പറയാമോ? Can you answer this, please, friends? മന്നാടെ എന്നുള്ളതാണ് കറക്റ്റ്. മന്നാടെ ഹാസ് വൺ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. മറ്റൊരു 3 തെറ്റാണ്. സൽമാൻ റുഷ്ടി ബുക്ക് പ്രൈസ് 2008 അത് അദ്ദേഹത്തിന് വളരെ മുമ്പാണ്, 91 ബുക്ക് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഷബാന ആസ്മിക്ക് ഭാരതരത്ന കിട്ടിയിട്ടില്ല. അരുന്ധതി റോയ്ക്ക് പുലിറ്റ്സർ പ്രൈസ് അല്ല, ബുക്ക് പ്രൈസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ മന്നാടെ എന്നുള്ള അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. Means of grapevine communication are informal. Means of grapevine communication are critical informal. That's right, informal. Communication issues at the international level are addressed by UNESCO. We just said UNESCO. And the last question. We'll take the last question, okay? Because it's 1 o'clock now. In communication, myths have power, but are imprecise. Myths have power but are imprecise. Myths in a precision illalo myths in. So imprecise ആയിരിക്കും myth എന്നുള്ളത്. So that's it, friends. Don't go. Just remember, you will face many defeats in life, but never let yourself be defeated. കേട്ടോ, never let yourself be defeated. അതാണ് നമ്മുടെ ഒക്കെ സൂക്ഷിക്കേണ്ട സംഗതികൾ. വളരെ be bold. Look at this woman. ഒരു മൊറോക്കോയില് ആട്ടിനെ മേച്ചിരുന്ന ലേഡിയാണ്, ഒരു പെൺകുട്ടിയാണ്. ലേഡി എന്ന് പറയാനായില്ല, പെൺകുച്ചാണ്. ആട്ടിനെ ഷീസ് എ ഷെപ്പേർഡസ്. മൊറോക്കോയിലെ ഷെപ്പേർഡസ് ആയിരുന്നു അവര്. Her name is Najat Walad Belkacem എന്നായിരുന്നു അവരുടെ പേര്. And she has grown up to become the higher education minister of France. ഫ്രാൻസിന്റെ മിടുമിടുക്കിയായുള്ള ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് അവര് നജാത്ത് വല്ലാദ് ബൽഖാസം. എവിടെ മുതൽ ഒരാട്ടിനെ മേച്ച്, മൊറോക്കോയിൽ ആട്ടിനെ മേച്ച് നടന്നിരുന്ന പെൺകുച്ച് ഉയർന്ന നിലവാരം നോക്കും. Anything is possible. Every sunset gives us one day less to live. അത് സത്യ, that's a fact. But remember, but every sunrise gives us one day more to hope. So let's hope for the best, and cheers and good luck, friends.
I have taken 3 minutes extra. I wanted to finish by 1 o'clock. പക്ഷേ 3 മിനിറ്റ് ഞാൻ അധികം എടുത്തു. കുഴപ്പമില്ല, എന്തായാലും 1 നമുക്ക് നിർത്താൻ പറ്റി. So shall I stop my presentation here? Slide ഞാൻ വിഡ്രോ ചെയ്തോട്ടെ. ടീച്ചർ Yes, that is. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? സാർ ഡിസ്കഷനിലേക്ക് പോകാൻ ടൈം ഉണ്ടോ? No problem. I have no issues. I can wait. No problem. I have time. No problem. ഞാൻ നിങ്ങളുടെ ടൈം മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ anything. I have time. No, don't worry. ഓക്കെ സാർ, ആർക്കെങ്കിലും ഈ ടൈമിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെ പെട്ടെന്ന് ചോദിക്കാനും വെറുതെ സമയം കളയരുത് കേട്ടോ. Or do you want to say anything? എന്തെങ്കിലും പറയാനുണ്ടോ? Anything you can say. No problem. എന്തെങ്കിലും about of കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും no words of exchange. വാക്കുകളൊന്നും ഞാൻ മാത്രമേ വൺ വേ ട്രാഫിക് ആയിരുന്നു ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഒരു വാക്കൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് if you want to say anything, please. ചോദ്യങ്ങളോ ഫീഡ്ബാക്കോ ആകാം. Certainly. സാർ നല്ലൊരു സെഷൻ ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അത് മാത്രമല്ല സാർ പിന്നെ പറഞ്ഞ 2 വേർഡ്സ് യോജിക്കുന്നത് പറഞ്ഞല്ലോ, ഇൻഫോർടൈൻമെന്റ് എഡ്യൂട്ടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ ഒരു ഇൻഫോർടൈൻമെന്റ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിട്ടാണ് തോന്നിയത്. താങ്ക് യു. എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ സാധാരണ ക്ലാസ്സിൽ പാട്ടൊക്കെ പാടാറുണ്ട്. ചിലപ്പോ നിങ്ങളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് ചിലപ്പോൾ പാടിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ എനിക്ക് ഒന്നിനും പറ്റിയിട്ടില്ല. ഒന്നാമത് എനിക്ക് നല്ല സുഖമല്ല, അത് ചെറിയ ഫീവറിഷ് ആണ്, കോൾഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു, നല്ല ക്ലാസ് ആയി തോന്നി. താങ്ക് യു. ഹലോ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. നിരഞ്ജന. താങ്ക് യു സർ. അപ്പൊ ഞാനിപ്പോ ഫീഡ്ബാക്ക് പറയാനാണ് വന്നത്. ശരിക്കും 3 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത്രയും നേരം എങ്ങനെയാണ് ഇതിങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ സ്ലൈഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെ ഇൻഫർമേഷനും അതുപോലെ തന്നെ എന്റർടൈൻമെന്റും നമുക്ക് ഒരുപോലെ കിട്ടുന്ന ഒരു ക്ലാസ് ആയിരുന്നു. സാർ പഠിപ്പിച്ചതൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. നിങ്ങളൊക്കെ എന്തെങ്കിലും വായിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ടെങ്കിൽ യു മസ്റ്റ് റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇന്ന് മുതൽ തന്നെ നിങ്ങൾ വായിച്ചു തുടങ്ങുക ന്യൂസ് പേപ്പർ. കാരണം വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കും കേട്ടോ. ലക്ഷ്യബോധത്തോടുകൂടെ അങ്ങനെ കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടെ മുന്നേറണം. ഓക്കെ, ചുമ്മാ കേവലം അവരിങ്ങനെ കാഷ്വൽ ആയിട്ട് പോയിട്ട് എക്സാം എഴുതരുത്. വേണം കിട്ടണം എന്നുള്ള, നെറ്റ് എടുക്കണം എന്നുള്ള വാശിയോടുകൂടെ നിങ്ങൾ എഴുതണം. എങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. ഐ പ്രോമിസ് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന്. ഇല്ലാന്നാണ് സാർ തോന്നുന്നത്. No problem. Then let's wind it up. അഭിജിത്തെ ഒരു സാർ വളരെ നല്ല സെഷൻ ആയിരുന്നു. കുട്ടികളെല്ലാവരും വളരെ സജീവമായിട്ട് പങ്കെടുത്തു. താങ്ക് യു. ഞങ്ങളുടെ സൈഡിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്നും യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ താങ്ക് യു. താങ്ക്സ് അലോട്ട്. നമ്മൾ ഇനി സാറിനെ കോണ്ടാക്ട് ചെയ്യും. അഭിജിത്ത് ഒരു ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞാണ്. ടീച്ചർ ഓഡിബിൾ ആണോ? അതെ. മലയാള സർവകലാശാലയിലെ സംസ്കാര പൈതൃക പഠന ഡിപ്പാർട്ട്മെന്റിന്റെ
ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദ്യത്തെ ഒരു നെറ്റ് കോച്ചിങ്ങിന് ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ കഴിഞ്ഞത്. അപ്പം അതിന്റെ ക്ലാസ് എടുത്ത കോച്ചിങ്ങിന് പരിശീലനം ഈ പരിപാടിക്ക് പരിശീലനം നൽകിയ ലത്തീഫ് സാറിനോടുള്ള നന്ദി ആദ്യമായി അറിയിക്കുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അധ്യാപകർ, അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിജിത്ത്, നിങ്ങൾ അവിടെ അധ്യാപകനാണോ അതോ സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആണ്. കുഴപ്പമില്ല. ഞാൻ അതിനിടക്ക് മോനെ എന്ന് കയറി വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഒരു സംശയം അവിടുത്തെ ഫാക്കൽറ്റി വളരെ സജീവമാണ് എല്ലാത്തിലും, NSS-ലും ഒക്കെ. ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതില് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ചില കുട്ടികളുണ്ട്, കേരള ശരി. യൂണിവേഴ്സിറ്റി. ഞാൻ മലയാളം യൂണിവേഴ്സിറ്റി വെച്ചിട്ട് ഞാൻ മലയാളത്തിലാണ് കൂടുതൽ ഞാൻ പറഞ്ഞത്. മലയാളികൾ തന്നെയാണല്ല. മലയാളികളാണല്ലേ? ഓക്കെ. മലയാളി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ തന്നെ പല തരത്തിലുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പായിരുന്നു അത്. ഓ, അത് ശരി. ഞാൻ എന്റെ ഉദാഹരണം മലയാളം യൂണിവേഴ്സിറ്റിയിൽ ട്രസ്റ്റ് എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് തുടക്കത്തിൽ മലയാളമാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ഞാനും കൂടുതൽ മലയാളത്തിലാണ് പറഞ്ഞു പോയത്. മലയാളികൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പൊ മനസ്സിലാകാത്ത പ്രശ്നമൊന്നുമില്ല എന്തായാലും അല്ലേ? ഓക്കെ. ഇവരുടെയൊക്കെ സൗഹൃദങ്ങളുടെ ഒക്കെ കെയർ ഓഫിൽ ഇന്ന മോള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, സദന ടീച്ചറെ മകള് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ സുഹൃത്തുക്കള്. ഓക്കെ. എന്തെങ്കിലും ബെനിഫിറ്റ് കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു സർ. ടീച്ചർ സാറിനോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ വളരെ നല്ലതായിരുന്നു. ഞാനും ഒരുപാട് സമയം ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ചില തിരക്കുകൾ എനിക്ക് പോയിട്ട് ഞാൻ റീജോയിൻ ചെയ്യാൻ ചെയ്തത്. വളരെ നല്ല ക്ലാസ് തന്നെ ആയിരുന്നു അത്. സാറിനോട് പറഞ്ഞെങ്കിലും ഞാനും അറിയിക്കും. ഇത് നമ്മുടെ ഗീവർ സാറ് ലൈവ് സ്ട്രീമിൽ ഉണ്ടായിരുന്നു. സാറിനൊരു പ്രത്യേക നന്ദി അഭിജിത്ത് വിട്ടുപോയതാണ്. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ലത്തീഫ് നഹ സാറിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.